ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. ഇടതുമുന്നണിയിലെ രണ്ടാം കക്ഷി പറയുന്നു, PM ശ്രീയിൽ ഒപ്പിട്ടത് മാധ്യമങ്ങൾ പറഞ്ഞറിഞ്ഞുവെന്ന്. ഞങ്ങൾ ഇരുട്ടിൽ നിർത്തി MOU ഒപ്പിട്ടത് സംശയകരമെന്ന്. 2 തവണ നയപരമായ തീരുമാനങ്ങൾക്കായി മാറ്റിവെച്ച കാര്യം ഞങ്ങളെ അറിയിക്കാതെ ഒപ്പിട്ടത് അസ്വാഭാവികമാണെന്ന്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മാധ്യമങ്ങളെ കണ്ടത് നീണ്ട സെക്രട്ടേറിയറ്റ് യോഗശേഷമാണ്. പദ്ധതിയെ കടുത്ത ഭാഷയിൽ വിമർശിച്ച മന്ത്രി വി ശിവൻകുട്ടി എന്തിനു വഴങ്ങിയെന്നാണ് ബിനോയ് വിശ്വത്തിന്റെ ചോദ്യം. നാണം കെടുത്തി ഇരുട്ടിൽ നിർത്തിയ സർക്കാരിന്റെ മന്ത്രിസഭായോഗത്തിൽ പങ്കെടുക്കണോ എന്ന് 27-ന് എക്സിക്യൂട്ടീവ് ചേർന്ന ശേഷമാണ് CPI തീരുമാനിക്കുക. CPM സംസ്ഥാന സെക്രട്ടറി ആകട്ടെ നയം കൊണ്ട് നയിക്കാനാവില്ലെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. ഇടത് നയമനുസരിച്ച് ഭരിക്കുന്ന സർക്കാരെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചോ എന്നതാണ് ചോദ്യം. നയവും പ്രമേയവും ഭരണത്ത് വയ്ക്കാനാണെങ്കിൽ നിങ്ങളും അവരും തമ്മിൽ എന്ത് വ്യത്യാസം സഖാവേ? PM ശ്രീ നടപ്പാക്കുമ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കില്ലെന്ന് പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി നയം നടപ്പാക്കാതെ തരമില്ല എന്ന് പറയുകയാണ്. കരിക്കുലത്തിൽ പൂർണ്ണ അധികാരം സംസ്ഥാനത്തിനെന്നാണ് വാദം. നാണം കെട്ട് തുടരാതെ ഇറങ്ങി വരൂ എന്നാണ് CPIയോട് UDF ആവശ്യപ്പെടുന്നത്. പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളും CPIയുടെ വിദ്യാർത്ഥി യുവജന സംഘടനകളും തെരുവിലേക്കാണ്. രണ്ടാം പിണറായി സർക്കാരിന് 6 മാസം ശേഷിക്കെ മുന്നണിയിലെ രണ്ടാം കക്ഷി ചോദിക്കുകയാണ്, ഇതെന്ത് സർക്കാരെന്ന്. CPM MP ഡോക്ടർ വി ശിവദാസൻ, ഡോക്ടർ വർഗീസ് ജോർജ് RJD പ്രതിനിധി, ഷാഫി ചാലിയ മുസ്ലിം ലീഗ് പ്രതിനിധി, അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ BJPയിൽ നിന്ന് എന്നിവരാണ് ചർച്ചയിലുള്ളത്. ആദ്യം ഞാൻ CPMലേക്ക് പോവുകയാണ്. ഡോക്ടർ വി ശിവദാസൻ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ വാർത്താ സമ്മേളനം അങ്ങും കണ്ടിരിക്കും. ഇതെന്തൊരു സർക്കാരാണ് എന്ന് മുന്നണിയിലെ രണ്ടാം കക്ഷി ചോദിക്കുകയാണ്. രാജ്യത്താകെയുള്ള ഇടത് സർക്കാരിനോടാണ് ഈ ചോദ്യം. എന്താണ് മറുപടി? PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഓരോ പാർട്ടിക്കും അവരുടേതായ അഭിപ്രായമുണ്ട്. ഒരു പാർട്ടിക്ക് ഉള്ള അഭിപ്രായം മറ്റു പാർട്ടികൾക്ക് ഉണ്ടാവണമെന്നില്ല. സ്വാഭാവികമായി വ്യക്തികൾക്കും സംഘടനകൾക്കും പാർട്ടികൾക്കും എല്ലാം വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവുകയും അവരത് രഹസ്യമായും പരസ്യമായും ഒക്കെ രേഖപ്പെടുത്തുകയും ചെയ്യും. തികച്ചും സ്വാഭാവികം. ഇവിടെ PMCയെ കുറിച്ച്, പദ്ധതിയെക്കുറിച്ച്, അതിൽ ഒപ്പിട്ടതിനെ കുറിച്ച് പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് പാർട്ടിയും പറഞ്ഞത് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. അവരെന്താ പറഞ്ഞത്? ഈ പദ്ധതിയിൽ ഒപ്പിടാൻ പാടില്ല, അപകടകരമാണ് എന്നൊക്കെ പറയുന്നത് കേൾക്കുകയുണ്ടായി. ഇന്ത്യ രാജ്യത്ത് ആദ്യമായിട്ട് ഈ പ്രൊജക്ടിനകത്ത് ഒപ്പിട്ടിരുന്ന പാർട്ടിയുടെ ഗവൺമെന്റിന്റെ പേര് ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ഇപ്പൊ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് പരിചയമുണ്ടോ എന്നറിയില്ല. ഹിമാചൽ പ്രദേശിൽ ഒരു മുഖ്യമന്ത്രിയുണ്ട്, സുഖ്വീർ സിംഗ് സുഖു. അദ്ദേഹത്തോട് പറയണം PMC പ്രൊജക്റ്റിൽ നിന്ന് പിൻവാങ്ങുന്നതിന് വേണ്ടി പറയണം. രേവന്ത് റെഡ്ഡി തെലങ്കാനയിൽ ഇരിക്കുന്നുണ്ട്, അദ്ദേഹത്തോട് പറയണം. KC വേണുഗോപാലായാലും അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനോ പറയണം, കോൺഗ്രസ് പാർട്ടിയുടെ നയം ഇതാണ്, അതുകൊണ്ട് പിൻവാങ്ങണമെന്ന് പറയണം. അല്ലെങ്കിൽ കർണാടകത്തിലൊരു മുഖ്യമന്ത്രിയുണ്ട്, കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള നമ്മുടെ സിദ്ധാരാമയ്യ അവിടെ ഇരിക്കുന്നുണ്ട്, അദ്ദേഹത്തോട് പറയാം. കർണാടകയിൽ എപ്പോഴാണ് ഒപ്പിട്ടത്? കർണാടക സർക്കാർ എപ്പോഴാണ് ഒപ്പിട്ടത്? കർണാടകത്തിൽ അങ്ങ് അറിയേണ്ടത്, കർണാടകത്തിലെ മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ 1200 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ലിസ്റ്റ് അടക്കം വെച്ച് അദ്ദേഹം കേന്ദ്രത്തിന് എഴുതിയിട്ടുള്ള കത്ത് അങ്ങ് വായിക്കുന്നത് നല്ലതാണ്. ഒന്നുമില്ലെങ്കിൽ ഗൂഗിളിൽ ഒന്ന് സെർച്ച്. കർണാടക സർക്കാർ BJPയുടെ കാലത്താണ് ഇതിൽ ഒപ്പിട്ടിരിക്കുന്നത്. അതേസമയം NEP നടപ്പാക്കില്ല എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കർണാടകയിൽ നിന്നുള്ള വിവരം. ഞാൻ അങ്ങയോട് പറയുന്നത് ആരൊപ്പിട്ടു എന്നുള്ളതല്ല, സിദ്ധാരാമയ്യ എന്ന് പറയുന്ന കർണാടക മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള വാക്കുകൾ അങ്ങ് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അല്ല, ഒപ്പിട്ടതും എടുത്ത തീരുമാനങ്ങളും പ്രധാനമല്ലോ, വാക്കുകൾ മാത്രമല്ലല്ലോ. ഡോക്ടർ വി ശിവദാസൻ, അങ്ങേക്ക് കോൺഗ്രസിന്റെ വിമർശനത്തിലേക്ക് വരാം. അതിനു മുമ്പ് നിങ്ങളുടെ മുന്നണിയിലെ കക്ഷിയുടെ പ്രതികരണമാണല്ലോ ആദ്യം. നിങ്ങളുടെ മുന്നണിയിലെ കക്ഷി അസ്വാഭാവികമായി, അസാധാരണമായ രീതിയിൽ ഒരു വാർത്താ സമ്മേളനം നടത്തുകയല്ലേ? അവരിന്ന് യോഗം ചേരുകയല്ലേ? ഡോക്ടർ വി ശിവദാസൻ, അങ്ങേക്ക് കോൺഗ്രസിനെ പറയാമെന്നേ അടുത്ത ഘട്ടത്തിൽ. ആദ്യം അങ്ങ് മുന്നണിയിലെ കക്ഷിക്ക് മറുപടി നൽകൂ. ഡോക്ടർ വി ശിവദാസൻ, CPIക്ക് മറുപടി നൽകൂ. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തെറ്റായ നിലയിൽ ഇതിന്റെ ചർച്ചയുടെ ദിശ കൊണ്ടുപോകുന്നതിന് വേണ്ടി സ്മൃതി ഇടപെടുകയും കർണാടകത്തെ ന്യായീകരിക്കുന്നതിന് വേണ്ടി, എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടി സ്മൃതി പരുത്തിക്കാടെന്ന അങ്ങ് നടത്തിയ ശ്രമം ഒരിക്കലും ന്യായീകരിക്കപ്പെടാൻ പാടില്ലാത്തതാണ്. കാരണം കർണാടകയിലെ മുഖ്യമന്ത്രി, കർണാടകയിലെ കോൺഗ്രസ് നേതൃത്വം വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട്, ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ പണം ആവശ്യപ്പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇനി രാജസ്ഥാൻ, അശോക് ഗെഹ്ലോട്ട് ഒപ്പിട്ടത് ആരാ? അപ്പൊ അശോക് ഗെഹ്ലോട്ടിന്റെ മന്ത്രിസഭ, അവിടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ എന്തായിരുന്നു PMC പ്രൊജക്ടിനോട് എടുത്തിട്ടുള്ള സമീപനം? ഞാൻ പറഞ്ഞത് ഞങ്ങൾക്കൊരു നിലപാടുണ്ട്. ഞങ്ങളുടെ നിലപാട് എന്താണ്? NEP എന്ന് പറയുന്ന പ്രൊജക്ട് ഇന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കിയതുപോലെ ഇവരുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയും
അതോടൊപ്പം PM ശ്രീയുമായി ക്ലബ് ചെയ്തുകൊണ്ട് സർവശിക്ഷാ അഭിയാന്റെ ഫണ്ട് വിഹിതം നൽകുന്നത് തടഞ്ഞു വെക്കുന്നതും ഫെഡറൽ സ്ട്രക്ചറിനെതിരായിട്ടുള്ള BJP സർക്കാരിന്റെ യുദ്ധപ്രഖ്യാപനമാണ്. ഞങ്ങൾ കർണാടക സർക്കാരുമായി ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, ഒരു മിനിറ്റ്, അങ്ങ് കോൺഗ്രസ് ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ അങ്ങയുടെ നിലപാടിനോട് യോജിക്കുന്നു. മുൻ BJP സർക്കാർ NEP നടപ്പാക്കിയ ആദ്യ സംസ്ഥാനങ്ങളൊന്ന് കർണാടകയായിരുന്നു. അന്ന് അപാർ ID രജിസ്ട്രേഷനും ആരംഭിച്ചിരുന്നു. എന്നാൽ പുതിയ കോൺഗ്രസ് സർക്കാർ ആ തീരുമാനം തിരുത്തുന്നു. NEP പൂർണ്ണമായും റദ്ദാക്കാനും സ്വന്തമായി സംസ്ഥാന വിദ്യാഭ്യാസ നയം SCP രൂപീകരിക്കാനും അവർ തീരുമാനിച്ചു. അതിൽ തിരുത്തലുകൾ നടന്നിട്ടുണ്ടെങ്കിലും NEP-യിൽ നിന്നും പൂർണ്ണമായും SCP-യിലേക്ക് മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ അതിനൊരു ശ്രമം അവർ നടത്തിയിട്ടുണ്ട്. ഇതാണ് കർണാടക സർക്കാരുമായി ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. കർണാടകത്തെ ന്യായീകരിക്കുന്നതിന് വേണ്ടി എന്തിനാണ് ശ്രീ ശിവദാസൻ ഒരു പോയിന്റ് അങ്ങോട്ട് പറയുമ്പോൾ അതിന് വ്യക്തിപരമായി എടുക്കാതെ അങ്ങേക്ക് അറിയുമെങ്കിൽ അതിന് മറുപടി നൽകും? അല്ല, അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടാണ് ഞാൻ പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയ കാര്യമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ മനസ്സിലാക്കിയതും വസ്തുതകളുടെ പിൻബലത്തിലും ഞാൻ പറയാം. രാജസ്ഥാനിലെ കോൺഗ്രസിന്റെ നേതൃത്വത്തോട് കോൺഗ്രസ് നേതൃത്വം പറയണം, VD സതീശന്റെ നേതൃത്വം പറയണം അതിൽ നിന്ന് പിൻവാങ്ങാൻ. ഇതുവരെയായിട്ട് PM3 പ്രൊജക്ടിൽ നിന്ന് പിൻവാങ്ങിയെന്ന് കർണാടകയോ രാജസ്ഥാനോ അല്ലെങ്കിൽ ഹിമാചൽ പ്രദേശിലെ മുഖ്യമന്ത്രിയോ എഴുതിയിട്ടുണ്ടോ? കർണാടകയിലെ സർക്കാർ ഞങ്ങൾ ഈ പദ്ധതിയിലില്ല, ഈ PM3 പ്രൊജക്ടിൽ നിന്ന് ഞങ്ങൾക്ക് വാങ്ങിയിട്ടുള്ള സാമ്പത്തിക ആനുകൂല്യങ്ങളെല്ലാം ഞങ്ങൾ തിരിച്ചങ്ങ് തരികയാണ് എന്ന് എഴുതി കൊടുത്തിട്ടുണ്ടോ? NEP പൂർണ്ണമായും റദ്ദാക്കുന്നു. അതാണല്ലോ ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരെയാണല്ലോ CPM-നും പോരാട്ടമുള്ളത്. ഡോക്ടർ V. ശിവദാസൻ, ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ബോർഡ് വെക്കലല്ല പ്രശ്നം എന്നുള്ളത് നിങ്ങൾക്കും അറിയാം, CPIക്കും അറിയാം. ബഹുമാന്യായ സ്ഥിതി പരിധിക്കാൻ ഞാൻ അങ്ങയോട് പറയുന്നത്, കർണാടകയിലെ സ്റ്റേറ്റ് ഗവൺമെന്റ് അവർ സ്വീകരിച്ചിട്ടുള്ള പണം തിരിച്ചടച്ചുകൊണ്ട് ഞങ്ങൾ ഈ പ്രൊജക്റ്റിൽ അല്ലെ തിരിച്ചടക്കണ്ട, അല്ലെങ്കിൽ ഞങ്ങൾ ഈ പ്രൊജക്റ്റിൽ ഇല്ല, ഞങ്ങൾക്ക് NEP-യുമായി ബന്ധപ്പെട്ടാണ് സർവശിക്ഷാ അഭിയാന്റെ പ്രൊജക്ട് പണം വിതരണം നടത്തുന്നത് എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ഈ പണം ഇനി സ്വീകരിക്കുന്നില്ല എന്ന് എഴുതി കൊടുത്തു കഴിഞ്ഞു എന്നാണോ അങ്ങ് പറയുന്നത്? എനിക്കറിയില്ല. NEP നടപ്പാക്കാൻ ഇല്ല എന്നവർ പറയുകയും അത് തിരുത്തിക്കൊണ്ട് പുതിയൊരു നയം രൂപീകരിക്കുകയും ചെയ്തു. അങ്ങയുടെ പാർട്ടിയെക്കുറിച്ചും അങ്ങയുടെ മുന്നണിയിൽ നിന്ന് വന്നിരിക്കുന്ന ചോദ്യത്തെക്കുറിച്ചും ഒന്ന് മറുപടി നൽകിയാൽ നമുക്ക് ബാക്കിയുള്ളവർക്കും കൂടി പോകാമല്ലോ. ഡോക്ടർ V. ശിവദാസൻ, ഒന്ന് പറയൂ. അങ്ങയുടെ സംസ്ഥാന സെക്രട്ടറി പറയുകയാണ് നയം ഇടത് നയത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന സർക്കാരാണ് ഇതെന്നാണോ നിങ്ങളുടെ വിചാരം എന്ന് ചോദിക്കുമ്പോൾ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഇടത് നയം ഇല്ലെങ്കിൽ ഈ സർക്കാർ ഇല്ല എന്നാണ് ബിനോയ് വിശ്വം പറയുന്നത്. നിങ്ങൾ രണ്ട് കൂട്ടരും പറയുന്നതിൽ വ്യത്യാസമുണ്ട്. അതൊരു മറുപടി നൽകിയ ശേഷം നമുക്ക് ബാക്കിയുള്ളവർക്കും കൂടി പോകാം. ബിനോയ് വിശ്വത്തിന്റെ അഭിപ്രായവും MV ഗോവിന്ദൻ മാഷിന്റെ അഭിപ്രായവും വ്യത്യാസമായി വരുന്നത് തികച്ചും സ്വാഭാവികമാണ്. രണ്ട് വ്യക്തികൾ, അതുകൊണ്ടല്ലേ രണ്ട് പാർട്ടിയുടെ സെക്രട്ടറിമാരായിട്ട് അവർ നിൽക്കുന്നത്. MV ഗോവിന്ദൻ മാഷ് CPIM-ന്റെ സെക്രട്ടറിയാണ്, ബിനോയ് വിശ്വം CPI-യുടെ സെക്രട്ടറിയാണ്. ശരി, നിങ്ങളുടെ പാർട്ടികൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എന്തിനാണ് വ്യത്യാസം എന്ന് പറയൂ. രണ്ട് നേതാക്കന്മാർക്ക് 3 അഭിപ്രായം ഉണ്ടെങ്കിലേ പ്രശ്നമുള്ളൂ. ഇപ്പൊ 2 അഭിപ്രായം ഉണ്ടായിട്ടുള്ളൂ. ഇടത് നയത്തിന്റെ കാര്യത്തിൽ അങ്ങനെയാണോ? ഇടത് നയത്തിന്റെ കാര്യത്തിൽ അങ്ങനെയാണോ? അതാണ് അറിയേണ്ടത്. ഇടത് നയത്തിന്റെ കാര്യത്തിൽ അങ്ങനെയാണോ? ഇടത് നയം എന്ന് പറയുന്നത് രണ്ട് പാർട്ടികളായി നിൽക്കുന്ന 2 അഭിപ്രായങ്ങളുണ്ടല്ലേ? ശരി, ആ 2 അഭിപ്രായം ഉണ്ട്. ആ 2 അഭിപ്രായവും പക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലെ കോൺഗ്രസും BJP-യും പ്രതീക്ഷിക്കുന്ന പോലെ CPI BJP പ്രതീക്ഷിക്കുന്ന പോലെ ആയി. BJP അത് അഭിനന്ദിച്ചിരിക്കുന്നു. ഞാൻ അങ്ങൊന്ന് പറയട്ടെ, അപ്പൊ ഒന്ന് ചെറിയ സമയം നിൽക്കുന്നതാ എന്ന് പറഞ്ഞാൽ BJP-യും കോൺഗ്രസും പ്രതീക്ഷിക്കുന്ന പോലെ CPM-നെയും CPI-യെയും തമ്മിലടിപ്പിച്ച് ചോര കുടിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അവരോട് ഞങ്ങൾ പറയാണ്, CPI-യും CPM-ഉം സഹോദര പാർട്ടികളാണ്. ഞങ്ങൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, ആ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കുന്നതിനുള്ള മെക്കാനിസം ഞങ്ങൾ രൂപപ്പെടുത്തും. അതിലാർക്കും ഒരു സംശയം വേണ്ട. എന്നാൽ അഭിപ്രായ വ്യത്യാസങ്ങളെ ബഹുമാന്യതയോടുകൂടി കാണുകയും അത് ചർച്ച ചെയ്ത് പരിഹരിക്കുകയും ചെയ്യും. ഇനി മൂന്നാമത്തെ എന്താ, ഈ PM3 പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തിന്റെ ആശയമല്ല നടപ്പിലാക്കിയത് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യത്തെ ഞാനൊന്ന് അങ്ങോട്ട് സൂചിപ്പിക്കുകയാണ്. ഈ GST എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ കൊടുക്കേണ്ടി വരുന്ന ഒരു നികുതിയാണ്. കേരളത്തിൽ എവിടെയായാലും നിങ്ങൾ സാധനം വാങ്ങുമ്പോൾ GST നികുതി നിങ്ങൾ കൊടുക്കേണ്ടി വരുന്നുണ്ട്. GST എന്നപോലെ പല നിലയിൽ നേരത്തെ വാറ്റുണ്ടായിരുന്നു, അത് GST-യിലേക്ക് വന്നു. GST-യോട് CPIM-ന്റെ ഇടതുപക്ഷത്തിന്റെ നിലപാടെന്തായിരുന്നു? ഞങ്ങൾ നഖശികാന്തം GST-യുടെ പേരിൽ നടക്കുന്ന കൊള്ളയെ, പിടിച്ചുപറിയെ ഒക്കെ എതിർത്തിട്ടുള്ളവരാ. പക്ഷെ അങ്ങനെ പറയുമ്പോഴും ഇന്ത്യ റിപ്പബ്ലിക്കിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പൊ ഇന്ത്യ റിപ്പബ്ലിക്കിന്റെ പൊതു നയ സമീപനങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് സാധ്യമല്ലാത്തുള്ള കാര്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ്
നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ രാജ്യത്തിന്റെ നയസമീപനങ്ങൾ, രാജ്യത്ത് രൂപപ്പെടുന്ന നിയമങ്ങൾ നടപ്പിലാക്കുന്നത്. എന്നാൽ അതിലെ ജനവിരുദ്ധ ഉള്ളടക്കത്തിനെതിരായിട്ടുള്ള സമരം സർക്കാർ എന്ന നിലയിലും അതോടൊപ്പം പാർട്ടി എന്ന നിലയിലും തുടരുക എന്നുള്ളത് ഇടതുപക്ഷത്തിന്റെ സമീപനവുമാണ്. ഈ കേരളത്തിലെ 10,000-കണക്കിന് വരുന്ന കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസത്തിന് എങ്ങനെയെല്ലാം പരമാവധി പണസമാഹരണം നടത്താമെന്നുള്ള ആലോചനക്കിടയിൽ ആ പണസമാഹരണത്തിന് സഹായമാകുന്ന സമീപനവും തീരുമാനവും കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് എടുക്കും. ആ വിദ്യാഭ്യാസ വകുപ്പ് എടുത്ത് ആ തീരുമാനം നടപ്പിലാക്കുന്നു. ശരി, ഡോക്ടർ വി ശിവദാസൻ, അങ്ങനെയെങ്കിൽ CPI ഇന്ന് ബിനോയ് വിശ്വം ഉന്നയിച്ച ചോദ്യങ്ങൾ ഇതാണ്: ഇതൊരു സർക്കാരാണോ? LDF ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ഇങ്ങനെയല്ല LDFന്റെ രീതി. ഞങ്ങളെ ഇരുട്ടിൽ നിർത്തി എന്നുള്ളതാണ് പറയുന്നത്. ഇന്നലെ മാധ്യമങ്ങൾ വിളിച്ചു ചോദിക്കുമ്പോഴാണ് ഇങ്ങനെ MOU ഒപ്പിട്ട കാര്യം മുന്നണിയിലെ രണ്ടാം കക്ഷി അറിയുന്നത്. എന്തൊരു നാണം കെട്ട അവസ്ഥയാണെന്നാണ് ബിനോയ് വിശ്വം ചോദിക്കുന്നത്. ഇരുട്ടിൽ നിർത്തി ഒപ്പിടുന്നതിന് പിന്നിലെ താല്പര്യം എന്തായിരുന്നു? മുന്നണിയിലെ രണ്ടാം കക്ഷി 2 തവണ ക്യാബിനറ്റിൽ എതിർപ്പറിയിച്ചപ്പോൾ നയപരമായ വിഷയമാണല്ലോ, മാറ്റിവെക്കാം, പിന്നീട് ചർച്ച ചെയ്ത് തീരുമാനിക്കാമെന്ന് പറഞ്ഞ കാര്യം പിന്നീട് മിണ്ടാതെ പോയി ഒപ്പിട്ടതിന് പിന്നിലെ താല്പര്യം എന്താണ്? ഡോക്ടർ വി ശിവദാസൻ. ബിനോയ് വിശ്വം കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ സമുന്നതനായിട്ടുള്ള നേതാവാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് അത് CPM-ന്റെയും CPI-യുടെയും സമുന്നത നേതാക്കന്മാർ തമ്മിൽ ചർച്ച ചെയ്ത് ആ വിഷയത്തിൽ ഒരു വ്യക്തത വരുത്തും. ഏതെങ്കിലും മേഖലയിൽ അവ്യക്തതകൾ ഉണ്ടെങ്കിൽ അത് ചർച്ചകളിലൂടെ പരിഹരിക്കുകയും ചെയ്യും. അതിലൊന്നും ആർക്കും ഒരു ബേജാറും വേണ്ട. MOU ഒപ്പിട്ടതറിഞ്ഞില്ല എന്നതാണ്. ഒപ്പിട്ട് കഴിഞ്ഞ ശേഷം എന്ത് ചർച്ച, ഡോക്ടർ വി ശിവദാസൻ? ഞാൻ പറഞ്ഞു, അത് വീണ്ടും പൂർത്തീകരിക്കാം. സർക്കാരിന്റെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളുടെ മുകളിൽ എവിടെയെങ്കിലും ചർച്ച നടക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അത് അവർ തമ്മിൽ എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വേദിയുണ്ട്, സർക്കാരിൻ്റെതായിട്ടുള്ള വേദിയുണ്ട്. അവിടങ്ങളിൽ ചർച്ച ചെയ്ത് പരിഹരിക്കും. അവിടെ ചെയ്തില്ല. ആദ്യം ചെയ്യേണ്ട കാര്യം ഒപ്പിട്ട ശേഷം ഇനി എന്ത് ചെയ്യാനുള്ളതാണ് ചോദ്യം. ഞങ്ങൾ ഏത് കാര്യം ആദ്യം ചെയ്യണം, ആദ്യം അവസാനം ചെയ്യണം എന്നുള്ളതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളുന്നു. ഇടതുപക്ഷത്തിന്റെ പൊതു ചർച്ച നിങ്ങൾ തീരുമാനിച്ചത് ശരിയല്ലാന്ന് നിങ്ങൾക്കുള്ളിലെ കക്ഷിയാണ് പറയുന്നത്. ശ്രീ വി ശിവദാസൻ, പുറത്തുനിന്നുള്ളവരല്ല. അതുകൊണ്ടല്ലേ നിങ്ങളുടെ മുന്നണിയിലെ കക്ഷിയാണ് പറയുന്നത് നിങ്ങൾ ചെയ്തത് ശരിയല്ല, നിങ്ങൾക്ക് എന്തോ താല്പര്യമുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ ചർച്ചയിലൂടെ പരിഹരിച്ച് മുന്നോട്ട് പോകും എന്നുള്ളതല്ലേ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് PMC-യുമായി ബന്ധപ്പെട്ട നിലപാടുകളെ കുറിച്ച് വ്യക്തമായ നിലയിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഈ രാജ്യത്ത് NEP അടിച്ചേൽപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾക്കെതിരായി ഏറ്റവും ശക്തമായ നിലപാടെടുക്കുകയും അതിനെതിരായി സമരം ചെയ്യുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ് ഞങ്ങളുടേത്. ആ പാർട്ടി ഇവിടെ കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനം, കേരളത്തിലെ അധ്യാപക പ്രസ്ഥാനം അതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ ശരിയായ നിലപാടെടുത്തിട്ടുണ്ട്. പക്ഷേ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെയോ അധ്യാപക പ്രസ്ഥാനത്തിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും മേഖലയിലുള്ള മറ്റേതെങ്കിലും വ്യക്തികളുടെയോ അഭിപ്രായങ്ങൾ മാത്രമായിരിക്കില്ല സർക്കാരിന്റെ തീരുമാനമായിട്ട് വരിക. സർക്കാരിന്റെ ഭരണപരമായിട്ടുള്ള തീരുമാനങ്ങൾ വരിക മറ്റു പല ഘടകങ്ങളെയും ആശ്രയിച്ചാണ്. അതല്ലേ ഞാൻ തുടക്കത്തിൽ GST-യുമായി ബന്ധപ്പെട്ട അതീവ രഹസ്യമായി സൂക്ഷിക്കണമെന്നാണോ? ആ ഘടകങ്ങൾ എന്താണ്? രഹസ്യാത്മകത എന്നുള്ളതാണ്. സംതിങ് ഈസ് റോങ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതാണ് അറിയേണ്ടത്. ഞാൻ അങ്ങിലേക്ക് വരാം. അത് വിശദാക്കാം. അല്ല, അങ്ങയുടെ ചോദ്യത്തിന് കുറച്ചുകൂടി വ്യക്തത വരുത്താലോ. അതിലെന്താന്ന് വെച്ചാൽ ശിവൻകുട്ടിയുടെ പത്രസമ്മേളനത്തിലും അദ്ദേഹത്തിന്റെ പത്രക്കുറിപ്പിലും എണ്ണി അദ്ദേഹം വിശദീകരിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്. ഒന്ന്, കേരളത്തിന് ലഭ്യമാവേണ്ടുന്ന 1000 കോടിയിലധികം രൂപ അത് കേരളത്തിൽ ഏറ്റവും പാവപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഏറ്റവും പിന്നണിയിൽ കിടക്കുന്ന ജനവിഭാഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന പണമാണ്. ആ പണം തടഞ്ഞു വെക്കപ്പെട്ടിരിക്കുന്നു. തെറ്റായ കാര്യമാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് യൂണിയൻ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരി, അത് കഴിഞ്ഞ 3 വർഷവും അങ്ങനെ തന്നെ ആയിരുന്നു. ഡോക്ടർ ശിവദാസൻ, കഴിഞ്ഞ 3 വർഷവും അങ്ങനെയായിരുന്നു. പദ്ധതി തുടങ്ങിയ 2023 മുതൽ അങ്ങനെയായിരുന്നു. നിങ്ങൾക്ക് ഇപ്പോഴാണോ വെളിച്ചം വന്നത്? നിങ്ങൾക്ക് ഈ 6-ാം മാസത്തിൽ, അതായത് ഇനി 6 മാസം ബാക്കി നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു ആലോചന ഉണ്ടാകുന്നതിന് പിന്നിൽ എന്താണെന്നുള്ളതാണ് ചോദ്യം. ഞാൻ അങ്ങേലേക്ക് വരാം. നിങ്ങളുടെ മുന്നണിയിൽ തന്നെ അടുത്ത കക്ഷി ഒന്ന് പറഞ്ഞോട്ടെ, അങ്ങൊന്ന് കേൾക്കൂ. ഡോക്ടർ വർഗീസ് ജോർജ്, RJD പ്രതിനിധി. ഡോക്ടർ വർഗീസ് ജോർജ്, മുന്നണിയെ ഇരുട്ടിൽ നിർത്തി, മുന്നണിയിലെ മറ്റു കക്ഷികളെ ഇരുട്ടിൽ നിർത്തി, ഇതാണ് ഇന്നിപ്പോൾ ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുന്നത്. സംതിങ് ഈസ് റോങ് എന്ന് പറയുമ്പോൾ അതിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താകാം? ഈ MOU ഒപ്പിടുന്നത് അതീവ രഹസ്യമാക്കി വെച്ചത് എന്തുകൊണ്ടാണെന്നാണ് RJD സംശയിക്കുന്നത്? സ്മൃതി, ഞങ്ങളുടെ മുന്നണിയിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ CPM-ന്റെ നേതാവായ ഡോക്ടർ ശിവദാസൻ പറഞ്ഞ് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. ഞാൻ പറയുന്ന വേറൊരു കാഴ്ചപ്പാടാണ്. ശ്രുതി ചോദ്യത്തിലേക്ക് ഞാൻ വരാം. ഞങ്ങൾ ആദ്യം മുതൽ എടുത്തിരുന്ന നിലപാട് PM ശ്രീ പ്രോജക്റ്റിൽ ഒപ്പിടുന്നതിന് മുമ്പ്
സുപ്രീം കോടതിയെ സമീപിക്കണം എന്നായിരുന്നു. പ്രത്യേകിച്ചും വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിലാണ്. കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒരുപോലെ നിയമനിർമ്മാണം നടത്താൻ കഴിയുന്ന സബ്ജക്റ്റാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഏകപക്ഷീയമായി ഒരു പദ്ധതി പ്രഖ്യാപിച്ചിട്ട് സംസ്ഥാനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുമ്പോൾ അതിനെതിരെ കൺകറന്റ് ലിസ്റ്റിലുള്ള സബ്ജക്റ്റ് ആയതുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ച് പരിഹാരം തേടണമായിരുന്നു. അങ്ങനെ ചില സംസ്ഥാനങ്ങൾ നീങ്ങിയിട്ടുണ്ടായിരുന്നു. രണ്ടാമത് സ്മൃതി, ഈ പ്രൊജക്റ്റിലാകെ 27,000 കോടി രൂപയാണുള്ളത് 5 വർഷത്തേക്ക്. ഈ 27,000 കോടി രൂപയിൽ 19,000 കോടി രൂപ സെൻറ്റർ ചിലവാകും. ബാക്കി 8,000 കോടി രൂപ സ്റ്റേറ്റുകളാണ് ചിലവാക്കേണ്ടത്. അപ്പോൾ 8,000 കോടി രൂപ സ്റ്റേറ്റുകൾ ചിലവാക്കുമ്പോൾ ഈ പ്രോജക്റ്റിൻ്റെ കരിക്കുലവും അതിൻ്റെ മാതൃകയും എല്ലാം പൂർണ്ണമായി തീരുമാനിക്കുന്നത് സെൻറ്ററാണ്. അപ്പോൾ സ്റ്റേറ്റുകൾ പണം കൊടുത്താൽ മതി, അവർക്ക് യാതൊരു റോളും കരിക്കുലത്തിലോ മറ്റു കാര്യങ്ങളിലോ ഇല്ല. ഡോക്ടർ വർഗീസ് ഒന്ന് ഇടപെട്ടോട്ടെ. പക്ഷേ മന്ത്രി ശിവൻകുട്ടി അതിനെയാണ് സമർത്ഥിക്കാൻ ശ്രമിച്ചത്. അങ്ങനെയല്ല, കരിക്കുലത്തിൽ ഇടപെടാൻ പറ്റില്ല, അത് സ്റ്റേറ്റിന്റെ അധികാരമാണ് എന്ന്. അതിന് ചില ഉദാഹരണങ്ങളും പറയുന്നുണ്ട്. ഇപ്പോൾ ദേശീയ തലത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ പഠിപ്പിക്കുന്നിടത്ത് ഗാന്ധിവധം പഠിപ്പിക്കുന്നില്ല, ഞങ്ങളിതാ ഇവിടുത്തെ സിലബസിൽ അത് ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു ന്യായമായി പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നമ്മുടെ നിലപാടനുസരിച്ച് തന്നെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കും, അതുകൊണ്ട് അതിൽ കേന്ദ്രത്തിന് ഇടപെടാൻ പറ്റില്ല എന്നുള്ളതാണ് ഒരു വാദം. അത് ശ്രീ ശിവൻകുട്ടി പറഞ്ഞ് ശരിയല്ല. ഈ പ്രോജക്റ്റ് തന്നെ നമ്മൾ വായിച്ചാൽ അത് കാണുന്നത് ഇങ്ങനെ PM ശ്രീയിൽ വരുന്ന സ്കൂളുകൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഷോ കേസസ് ആയിരിക്കും, പ്രദർശന വസ്തുക്കളായിരിക്കും, മാതൃകകളായിരിക്കും. ആ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ആണ് ഈ സ്കൂളുകൾ അനുധാവനം ചെയ്യേണ്ടത്. അതുകൊണ്ട് മന്ത്രി പറഞ്ഞത് ശരിയായ കാര്യമല്ല. നമ്മൾ ഒരിക്കൽ ഫണ്ട് സ്വീകരിച്ചാൽ ഈ പ്രോജക്റ്റ് പറയുന്നത് MOU ഒപ്പിട്ടാൽ അതോടൊപ്പം തന്നെ NEP-യുടെ ഒരു ഫ്രെയിംവർക്കിലാണ് നമ്മുടെ ഈ സ്കൂളുകൾ വരുന്നത്. നമുക്ക് നേരത്തെ അനുഭവം ഉണ്ടല്ലോ, വേൾഡ് ബാങ്കിൻ്റെ ഫണ്ട് സ്വീകരിച്ചു, നമ്മുടെ സ്കൂളുകളെല്ലാം DPP നടപ്പാക്കേണ്ടി വന്നു. അതുകൊണ്ട് പണം ആദ്യം സ്വീകരിക്കാം, ഞങ്ങൾ ഈ നടപ്പാക്കില്ല എന്ന് പറയുന്നത് പ്രായോഗികമായ കാര്യമല്ല. രണ്ടാമത് സ്മൃതി ചോദിച്ച കാര്യം, ഇത് മുന്നണിയിൽ ചർച്ച ചെയ്തില്ലല്ലോ എന്നുള്ളതാണ്. അത് ശരിയാണ്. ഞങ്ങളെല്ലാ കാലത്തും എടുത്തിരുന്ന നിലപാട് നയപരമായ കാര്യങ്ങൾ മുന്നണിയിൽ ചർച്ച ചെയ്യണം. 11 രാഷ്ട്രീയ പാർട്ടികൾ ഉൾക്കൊള്ളുന്ന ഒരു മുന്നണി, അത് ഒറ്റ പാർട്ടിക്ക് ഭൂരിപക്ഷമില്ലല്ലോ, എല്ലാ പാർട്ടികളുടെയും കൂടെ ഭൂരിപക്ഷത്തിലല്ലേ ഈ ഗവൺമെൻറ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് പോളിസി ഇഷ്യൂസ് മുന്നണി യോഗത്തിൽ ചർച്ച ചെയ്യുക തന്നെ വേണം. ഡേ ടു ഡേ ഇഷ്യൂസ് ചർച്ച ചെയ്യേണ്ട, ദൈനംദിന കാര്യങ്ങൾ അത് ഞങ്ങൾ ഗവൺമെൻറ്റിൽ ഇടപെടാറില്ല. നയപരമായ കാര്യങ്ങൾ മുന്നണിയിൽ ചർച്ച ചെയ്തിട്ട് വേണം അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്യാബിനറ്റിൽ തീരുമാനങ്ങൾ എടുക്കാൻ. ഇത്തവണ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, പാർട്ടി ജനറൽ സെക്രട്ടറി ശ്രീ MA ബേബി പറഞ്ഞു, PM ശ്രീ പ്രശ്നം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ചർച്ച ചെയ്യും. അതുകൊണ്ട് സ്മൃതി, ഞങ്ങളാരും ഒരൊറ്റ അക്ഷരം, ഒരു പരസ്യ പ്രസ്താവന പോലും ഈ വിഷയത്തിൽ ഇന്നലെ രാത്രി വരെ നടത്തിയിരുന്നില്ല. പക്ഷേ ഇന്നലെ രാത്രിയാണ് അറിയുന്നത് ഇതിൽ ഒപ്പിട്ടെന്ന്. അപ്പോൾ മുന്നണി ചർച്ച ചെയ്തില്ല. മുന്നണി ചർച്ച ചെയ്യാതെ നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്ന ഗൗരവമായ പ്രശ്നം അവർ തീരുമാനിച്ചു, ക്യാബിനറ്റ് തീരുമാനിച്ചു. ക്യാബിനറ്റിലെ ഒരു മന്ത്രി തന്നെ എന്ന് പറഞ്ഞാൽ എന്താണ്, ഞങ്ങളെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ക്യാബിനറ്റ് തീരുമാനിച്ചു എന്നാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗതകാല പാരമ്പര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നയപരമായ കാര്യങ്ങൾ മുന്നണിയെ അറിയിക്കാതെ പോകുന്നത് ഒട്ടും ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ നിലപാട്. ഇതിൽ എന്ത് ഇങ്ങനെ പ്രതിഷേധം പരസ്യമായി പറയുന്നു? ഇപ്പോൾ നിങ്ങളുടെ പാർട്ടി RJD പറഞ്ഞു, CPI ഇതിനകം പറഞ്ഞു കഴിഞ്ഞു. CPI ഇപ്പോൾ എക്സിക്യൂട്ടീവ് 27-ന് ചേരുന്നു. അതിനുശേഷം മന്ത്രിസഭായോഗത്തിൽ പങ്കെടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ അതിനുശേഷം തീരുമാനിക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ ശക്തമായൊരു നിലപാട് അവിടെ എടുക്കുമ്പോൾ ഒപ്പിട്ട് പോയ MOUയിൽ നിന്ന് ഇനി പിന്നാക്കം പോകാൻ സർക്കാരിന് കഴിയുമോ? ഡോക്ടർ വർഗീസ് ജോർജ്, ഇനി എന്താണ് ഇതിൽ സാധ്യത? ഇനി LDP ചർച്ച ചെയ്തിട്ട് എന്താ കാര്യം സുഹൃതി? തീരുമാനം എടുത്തില്ലേ? മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒപ്പുവെച്ചില്ലേ? ഇനി എന്ത് ചർച്ചയാണ്? ഇപ്പോൾ ഉടനെ ബീഹാർ ഇലക്ഷൻ വരുന്നു, പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം അങ്ങോട്ട് പോകും. നവംബർ പകുതിയോടുകൂടി പഞ്ചായത്ത് ഇലക്ഷൻ്റെ അറിയിപ്പ് വരും. ഗവൺമെൻറ് പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് പോവുകയാണ്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ വളരെ അവധാനതയോടെ വേണ്ട ചെയ്യാൻ. ഈ 1000 കോടി കൊണ്ടാണോ കേരളത്തിലെ സ്കൂൾ സമ്പ്രദായം നമ്മൾ വികസിപ്പിച്ചത്? ദശാബ്ദങ്ങളായി കേരളത്തിലെ മതസാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനങ്ങളും ഗവൺമെൻറ്റും പൗരസമൂഹവും എല്ലാം കൂടി വികസിപ്പിച്ചെടുത്തതല്ലേ നമ്മുടെ സ്കൂൾ സിസ്റ്റം? ഞാൻ പ്രൊഫസർ അമർത്യാസൻ്റെ പ്രസംഗം കേൾക്കാൻ പോയി. അദ്ദേഹം പറഞ്ഞു, ലോകത്തിൽ ഇതുപോലെ ഒരു സ്കൂൾ സിസ്റ്റം
ഉണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുന്നത്. ഓരോ കിലോമീറ്ററിലും 2-3 സ്കൂളുകൾ. അങ്ങനെ നമ്മൾ വികസിപ്പിച്ചെടുത്ത ഈ സ്കൂൾ സമ്പ്രദായവും അതിൻ്റെ കരിക്കുലവും അതിൻ്റെ പുരോഗമന ജനാധിപത്യ മതനിരപേക്ഷ സ്വഭാവവും എല്ലാം നമ്മൾ കളയാൻ പോവല്ലേ ഈ 1000 കോടി രൂപയ്ക്ക് വേണ്ടി. അതുകൊണ്ട് തീർച്ചയായിട്ടും ഗവൺമെൻറ് ആലോചിക്കണമായിരുന്നു. ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ആണല്ലോ ഇതിൻ്റെ ഏറ്റവും വലിയ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ കോർ എന്ന് പറയുന്നത് അതാണ്, അതിൻ്റെ ഉള്ളടക്കം. അത് മന്ത്രി ശിവൻകുട്ടി മനസ്സിലാക്കിയിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്നത് അങ്ങേയറ്റം പ്രതിലോമകരമായ ഒരു പദ്ധതിയാണ്. ആ ഡോക്ടർ ശിവദാസനും സമ്മതിക്കുന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഇത് അന്ധവിശ്വാസങ്ങളെ പ്രേരിപ്പിക്കുന്നതും അങ്ങേയറ്റം നമ്മുടെ ഭൂതകാലത്തേക്ക് നമ്മുടെ കണ്ണുകളെ തുറന്നു വെക്കുന്നതുമല്ല. കേരളത്തിലെ വിദ്യാഭ്യാസമാകട്ടെ പുരോഗമനകരമായ ഒരു വിദ്യാഭ്യാസമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഡോക്ടർ ശിവദാസൻ പാർലമെൻറ്റ് അംഗമല്ലേ, ഇതാരോടെങ്കിലും ഏതെങ്കിലും സ്റ്റേറ്റിനോട് ചർച്ച ചെയ്തിട്ടുണ്ടോ? ഇതാരാ എഴുതിയത്? നമ്മുടെ കഴിഞ്ഞ കാലത്തെ കമ്മീഷനുകൾക്കെല്ലാം ഒരു പേരുണ്ട്, ഒരു കമ്മിറ്റിയുണ്ട്. കൊത്താരി കമ്മീഷൻ, രാധാകൃഷ്ണൻ കമ്മീഷൻ, ഞങ്ങളുടെ ഗവൺമെൻറ് കാലത്ത് ആചാര്യ രാമൂർത്തി കമ്മീഷൻ, വിശ്വേശ്വരയ്യ കമ്മീഷൻ. ഇതാരാ എഴുതിയത്? ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വായിച്ചാൽ ഒരു പേരില്ല, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനാണ്. കുറേ ഉദ്യോഗസ്ഥന്മാർ നാഗപ്പൂരിൽ പോയി സംഘപരിവാറിൻ്റെ ശാലയിൽ പോയിരുന്ന് എഴുതിയതാണ്. അതാരോട് ചർച്ച ചെയ്തിട്ടാണ്? അതെന്തിനാണ് നമ്മൾ കേരളത്തിൽ നടപ്പാക്കുന്നത്? അതുകൊണ്ട് രാജ്യം മുഴുവൻ ഉറ്റുനോക്കിയത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഇതിനെ പ്രതിരോധിക്കുമെന്നാണ്. നമ്മൾ എന്തിനാണ് ഡോക്ടർ ശിവദാസൻ കീഴടങ്ങിയത്? സുപ്രീം കോടതിയിലടക്കം കേരളത്തിന് കിട്ടാനുള്ള പണത്തിന് വേണ്ടി സുപ്രീം കോടതിയിലടക്കം പോയിട്ടുള്ളതാണ് സംസ്ഥാനം. ഈ വിഷയത്തിൽ എന്തുകൊണ്ട് സുപ്രീം കോടതി എന്നൊരു ആലോചനയിലേക്ക് പോയില്ല എന്നൊരു ചോദ്യം കൂടിയുണ്ടല്ലോ. ഞാൻ ഷാഫി ചാലിയത്തിലേക്ക് പോകുന്നു. ഷാഫി ചാലിയം, ഇപ്പോൾ CPIയുടെ പ്രതികരണം, അതിശക്തമായ പ്രതികരണം വന്നിരിക്കുകയാണ്. മുന്നണി മാറുക, മുന്നണി വിടുക എന്ന ആലോചനകളും ഒന്നുമല്ല, ഇടതുപക്ഷ നയം എന്താണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് CPMനെ, സർക്കാരിനെ CPI ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, മുന്നണി മര്യാദ ലംഘിക്കപ്പെട്ടു, ഞങ്ങൾ അപമാനിതരായി എന്നാണ് CPI പറയുന്നത്. അപ്പുറത്ത് കോൺഗ്രസിൽ നിന്നടക്കം പല പ്രധാനപ്പെട്ട നേതാക്കളും നിങ്ങൾ ഇങ്ങോട്ട് പോരൂ എന്നുള്ള പ്രതികരണമൊക്കെ നടത്തുന്നുണ്ട്. ലീഗിന് ഇക്കാര്യത്തിൽ എന്താണ് പറയാനുള്ളത്? ഈ വിഷയത്തിൽ കേന്ദ്രത്തിന് കീഴടങ്ങിയോ സംസ്ഥാനം? എല്ലാ ദേശീയ വിദ്യാഭ്യാസ നയം ഈ പുതിയ നരേന്ദ്രമോദി വന്നതിന് ശേഷമുള്ള ഈ SCPയെ ഏറ്റവും കഠിനമായി അതിനെ എതിർത്തത് ഇടതുപക്ഷമാണ്, CPM ആണ്, CPMൻ്റെ പ്രസിദ്ധീകരണങ്ങളാണ്. പുത്തലത്ത് ദിനേശനും KT കുഞ്ഞിക്കണ്ണനും ഒക്കെ ദേശാഭിമാനിയിൽ ഇത് സംബന്ധമായി നിരവധി ആർട്ടിക്കിൾ എഴുതി അതിൻ്റെ അപകടാവസ്ഥ ബോധ്യപ്പെടുത്തിയാണ്. മാത്രമല്ല, എൻ്റെ സുഹൃത്ത് CPM പാനലിസ്റ്റ് 2020 ജൂലൈ 30 നമ്മുടെ മുഹമ്മദ് റിയാസ് ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്, ഏറ്റവും വലിയ 15 അപകടങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഈ SIPയെ കുറിച്ചിട്ട്. അപ്പോൾ ഈ അപകടങ്ങൾ, ഇത്ര വലിയ അപകടം ഉണ്ട് എന്ന് പറഞ്ഞവർക്ക് തന്നെ മനം മാറ്റമുണ്ടാകാനുള്ള കാരണം എന്ത്? അതാണ് ചോദ്യം. അതിന് ഇവിടുത്തെ പ്രതിനിധിയും ശിവൻകുട്ടിയൊക്കെ പറഞ്ഞത് പൈസ പിടിച്ചു വെച്ചിരിക്കുന്നു, പണം കിട്ടണം, പണം കിട്ടാൻ വേണ്ടി അത് ഒപ്പിടുകയില്ലാതെ വേറെ നിവൃത്തിയില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പൗരത്വ നിയമം ഇവിടെ നടപ്പാക്കില്ലെന്ന് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞതല്ലേ? അമിത്ഷാ വിളിച്ചിട്ട് പറയാണ് പൗരത്വ നിയമം നടപ്പാക്കിയിട്ടില്ലെങ്കിൽ ഫണ്ട് തരില്ല എന്ന് പറഞ്ഞാൽ ഈ PM ശ്രീയുടെ അതേ മാതൃക ഈ പൗരത്വ നിയമത്തിൻ്റെ കാര്യത്തിൽ ഇവരെടുക്കുമോ? പിന്നെ മറ്റൊരു കാര്യം കൂടി ഇവിടുത്തെ പ്രതിനിധി പറയണ്ടായി, ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ ഉള്ളിലുള്ള ഒരു സ്റ്റേറ്റാണ് കേരളം, അതുകൊണ്ട് അനുസരിക്കാൻ ബാധ്യസ്ഥമാണ്. അങ്ങനെയാണെങ്കിൽ അതും ഈ പൗരത്വ നിയമത്തിനും ബാധകമല്ലേ? കേന്ദ്രം തീരുമാനമെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ നടപ്പിലാക്കില്ല എന്ന് എത്ര കാലം പറയാൻ കഴിയും? മാത്രമല്ല, ഇതിൽ 2-3 കാര്യങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ. അതായത്, ഒന്ന്, ഈ വിദ്യാഭ്യാസ നയം എന്താണെന്നുള്ളത് നമ്മളാരും പഠിപ്പിക്കണ്ട. ഇവർ തന്നെ എടുത്ത പ്രമേയവും ഇവരുടെ ലേഖനങ്ങളും ഒക്കെ ഒരു ഭാഗത്ത് കിടക്കുന്നുണ്ട്. അത് പറഞ്ഞ് ഞാൻ സമയം കളയുന്നില്ല. മറിച്ച് ഒരു ഒളിച്ചു കളി ഇല്ലേ, കള്ളന്മാരെ പോലെ രാത്രി പോയിട്ട് ഈ എന്തൊക്കെ രേഖകൾ ഉണ്ടാക്കുന്നത് പോലെ. ഇതെന്തിനാ ഇങ്ങനെ പോകേണ്ട ആവശ്യം? ഒരു ക്യാബിനറ്റ് ചർച്ച ചെയ്തിട്ടല്ലേ പോകേണ്ടത്? ഒരു മുന്നണിയിൽ ചർച്ച ചെയ്യാതെ, ഒരു ക്യാബിനറ്റിൽ ചർച്ച ചെയ്യാതെ എന്ത് ചെയ്യുന്നു? ആരും അറിയാതെ പോയി ഒപ്പിട്ടതിന് ശേഷമാണ് എല്ലാവരും അറിയുന്നത്. അതുകൊണ്ടാണ് ഡോക്ടർ വർഗീസ് ചോണക്ക് ചോദിക്കുക, ഇനി എന്ത് ചെയ്യാനാ, പോയ ബസ്സിന് കൈയാട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇത് നമ്മൾ വിചാരിച്ച പോലെയല്ലത്.
ഇത് അത്യന്തം അപകടകരമാണ്. ഇവർ പറയുന്നു പൈസ ഈ ആന്ധ്ര ഇതിനു മുമ്പ് ഒപ്പിട്ടതാ. ആന്ധ്ര ഇതേപോലെ 1500 കോടി കിട്ടുന്നതാണ്. എത്ര കിട്ടിയത്? വെറും 157 കോടിയേ കിട്ടിയിട്ടുള്ളൂ, ബാക്കി കിട്ടിയിട്ടില്ല. അതേമാതിരി തെലുങ്കാന ഇതിൽ ഒപ്പിട്ടു. എപ്പോഴാണ്? ചന്ദ്രശേഖർ റാവുവിൻ്റെ കാലത്താണ് കൊടുത്തത്. എന്നിട്ട് തെലുങ്കാനക്ക് എന്ത് കിട്ടി? അതുകൊണ്ടാണല്ലോ ചന്ദ്രശേഖർ റാവു പറഞ്ഞു എന്നെ ചതിച്ചു എന്ന്. ഈ പണം എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, നമ്മുടെ ആനുവൽ ബജറ്റ് എത്രയാണ്? ഏകദേശം നിയർലി 2 ലക്ഷം കോടിയാണ്. അങ്ങനത്തെ നമുക്ക് എന്ത് 1500 കോടി, എന്ത് 150 കോടി? നമ്മളെ നയവും നിലപാടല്ലേ വലുത്. ഇവർ എത്ര കോടികളാണ് വലിച്ചെറിയുന്നു ഓരോരോ കാര്യങ്ങൾക്ക്. എന്തെല്ലാം പ്രോജക്റ്റ് കൊണ്ടുവന്നു, അതിൻ്റെ പ്രൈമ ഫേസിക്ക് വേണ്ടി എന്നെ കോടികൾ കൊടുക്കുന്നു, എന്നിട്ട് പ്രോജക്റ്റ് പിൻവലിക്കുന്നു. കുട്ടികളുടെ ഭാവി വെച്ച് പന്താടാൻ സമ്മതിക്കില്ല എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്. അതാണ് വാക്കുകൾ ശ്രീ ഷാഫി ചാലിയം. ഭാവി അപകടത്തിലാണ്. അതാണ് പറഞ്ഞത്. എന്താണ് കുട്ടികളെ ഭാവി? അതെ, അതായത് 15 പരിപാടി, 15 അപകടങ്ങൾ. റിയാസിന്റെ പോസ്റ്റ് അതിൽ വ്യക്തമായി പറയുന്നു. അതിൽ എന്തൊക്കെ പറയുന്ന കാര്യങ്ങൾ? ഇനി മുതൽ വിമാനം കണ്ടുപിടിച്ചത് റൈറ്റ് സഹോദരന്മാരെന്നാണ് നമ്മൾ പഠിച്ചത്. ഇനി കുട്ടികൾ പഠിക്കാൻ പോകണം അതല്ല, അത് മാറാൻ പോവുകയാണ്. അതേപോലെ തന്നെ രാജ്യത്തിൻ്റെ സിവിലൈസേഷൻ, ആ സിവിലൈസേഷനൊക്കെ അങ്ങനെ ഒരു സിവിലൈസേഷൻ ഇല്ല എന്ന് പറയുന്നു. തുടങ്ങി ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണം താജ്മഹൽ പോയി ടിക്കറ്റ് എടുത്ത് കാണുക. ആ ടിക്കറ്റിൻ്റെ പൈസ സർക്കാരിൻ്റെ ടൂറിസം ഖജനാവിൽ പോവുക. ആരാണ് അതിൻ്റെ ഫൗണ്ടർ, എങ്ങനെ ഉണ്ടായി, ആരാണ്, എന്തായാലും ചരിത്രം അത് പഠിക്കില്ല. രാജ്യത്തിൻ്റെ പാർലമെൻറ്റും അതുപോലെ തന്നെ രാഷ്ട്രപതി ഭവനും ഒക്കെ നിൽക്കുന്നത് വലിയ ചുവന്ന കോട്ടയിലാണ്. ആ നിർമ്മിതി ആരുടേതാണ് അത് പറയില്ല. മഹാത്മാഗാന്ധി മരിച്ചു പോയിട്ടുണ്ട്, ആരാണ് കൊന്നത് പറയില്ല. ഇങ്ങനെ പോകുന്നു. ഈ വിദ്യാഭ്യാസം പഠിച്ചിട്ടാണ് ഈ ഉത്തരേന്ത്യ ഈ കോലത്തിലായത്. ഇനി അതാണ് ഇവിടേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ ഇത് ഇവർ പറയുന്നതാണ് ഞങ്ങൾക്ക് ഫണ്ട് വേണം. അപ്പോൾ ഫണ്ടിന് വേണ്ടി എന്ത് വിട്ടുവീഴ്ചയും ചെയ്യാമെന്നാണോ? അതാണ് നമുക്ക് മനസ്സിലായത്. അതാ ഞാൻ പറഞ്ഞത്. ഇതേ അവസ്ഥ പൗരത്വ നിയമത്തിൽ വന്നാൽ എന്ത് ചെയ്യും ഇവരെന്തെല്ലാം? അപ്പോൾ ഇതിനൊക്കെ ശിവൻകുട്ടി പറയുന്നത് ഞങ്ങൾ ഓരോരോ കാലത്ത് നയം മാറ്റിയാണ്. ലോക ബാങ്കിൽ നിന്ന് പണമെടുക്കണമെങ്കിൽ ഞങ്ങൾ എതിരായിരുന്നു, ഇപ്പം ഞങ്ങൾ അനുകൂലമാണ്. ശരിയാണ്. ADB വായ്പയുടെ പേരിൽ ഈ സംസ്ഥാനത്ത് CPM ഉണ്ടാക്കിയ സമരങ്ങളുടെ പൊതുനഷ്ടം ഇതിനേക്കാൾ വലിയ കോടിയാണ്. ഓർമ്മയുണ്ടോ ആ കാലത്ത്? എന്നിട്ട് ഇവരോ എവിടെയെങ്കിലും ഒരു വായ്പ കിട്ടാൻ ഏതെങ്കിലും ബ്ലേഡ് കമ്പനിക്കാരുണ്ടെങ്കിൽ രാവിലത്തെ ബസ്സിന് പോവുക വരും മുഖ്യമന്ത്രി മറ്റു മന്ത്രിമാരും കടം വാങ്ങി തുലയ്ക്കുക. ഞാനിവിടെ ഡോക്ടർ വർഗീസിനോട് ഒറ്റ ചോദ്യം ചോദിക്കട്ടെ. മുന്നണിയുടെ നയം എന്ന് പറയുന്നു. ഇവിടെ കൃപേഷ് ലാൽ വധം, അവരുടെ പിതാവ് ഇവിടുത്തെ പോലീസ് അന്വേഷിച്ചാൽ കുറ്റവാളികളെ കണ്ടെത്താൻ കഴിയില്ല, CBI അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ ഹൈക്കോടതിയിൽ അരിഞ്ഞു കൊടുത്തു. അതിനെതിരെ സർക്കാർ ഡൽഹിയിൽ നിന്ന് ലക്ഷങ്ങൾ വില മതിക്കുന്ന വക്കീലിനെ കൊണ്ടുവന്നു. നിങ്ങളെ മുന്നണി തീരുമാനിച്ചാണോ? നിങ്ങളെ പാർട്ടിയായിട്ട് ആലോചിച്ചിട്ടുണ്ടോ? എത്ര ലക്ഷങ്ങളാണ് അതിനകത്ത് കൊടുത്തത്? ഷുക്കൂറിൻ്റെ ഇമ്മ CBI വേണമെന്ന് പറഞ്ഞ് ഹരിച്ചു കൊടുത്ത്. അതിനെതിരെ സർക്കാർ എത്ര ലക്ഷം ചെലവഴിച്ച, എത്ര കോടികളാണ് നിങ്ങളെ പാർട്ടി അറിഞ്ഞിട്ടുണ്ടോ? അതിനൊക്കെ എത്ര കോടികൾ ചെലവഴിക്കാൻ ഇവിടെ ഉണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഒരു ബസ് എടുത്തൊരു ആഡംബര യാത്ര നടത്തിയല്ലോ, എന്തെല്ലാം ടൂറിസത്തിന്റെ പേരിൽ എന്തെല്ലാം മാമാകം നടക്കില്ല. കേന്ദ്ര നയങ്ങൾക്കെതിരെ കേരളത്തെ ഞെരിക്കുന്ന കേന്ദ്ര നയത്തിനെതിരെയാണെന്ന് പറഞ്ഞത്, എന്നിട്ട് അവിടെ പോയി ഞെരുങ്ങാൻ നിന്ന് കൊടുത്തു. ഞാൻ പറയാൻ സ്മൃതി, ഈ കേന്ദ്രത്തിൽ നിന്ന് സ്റ്റേറ്റിന് കിട്ടേണ്ട അവകാശങ്ങൾ പിടിച്ചു വാങ്ങാൻ വേണ്ടി നമ്മളൊരു ആളവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അറിയോ? ലക്ഷങ്ങൾ ശമ്പളവും കൊട്ടാര സാദൃശ്യമുള്ള വീടിൻ്റെ വലിയ ഇമ്മൻസ് തുക വാടക കൊടുത്തിട്ട് ഡൽഹിയിൽ KV തോമസ് എന്ന് പറഞ്ഞ ആൾ എന്തിനാ അയാളെ വെച്ചത്? കേന്ദ്രത്തിൽ നിന്ന് അവകാശങ്ങൾ പിടിച്ചു പറ്റാനാണ്. എന്തെങ്കിലും അയാൾ ആ നിയമിതനായി മാസങ്ങളായി അയാൾ എത്ര വാരിക്കൂട്ടി? എന്തെങ്കിലും ഈ സ്റ്റേറ്റിൻ്റെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം, ഒരു നഷ്ടപ്പെട്ട ഒരു പിച്ചളപ്പിൻ്റെങ്കിലും നമുക്ക് വീണ്ടെടുത്ത് തന്നിട്ടുണ്ടോ? ഇങ്ങോട്ട് ഒരു ഉളുപ്പില്ലാതെ പറയാ കേന്ദ്രം ഞങ്ങളെ ഞെരുക്കുന്ന രക്ഷപ്പെടുത്താനാണ് ഒരാളെ വെച്ചത്. എന്തിനാണ് ഇത്ര ലക്ഷം രൂപ വെച്ച് ഒരു ആർത്തി ഭണ്ഡാരത്തിന് അവിടെ കൊണ്ടുപോയി വെച്ചത്? ഒരു കാറുമാറ്റക്കാരനെ ഇല്ലാതെയാണോ MOU ഒപ്പിട്ടത്? കേന്ദ്രം എന്തായാലും സന്തോഷത്തിലാണ്. BJP പ്രതിനിധിയുടെ 1500 കോടി ഒന്നുമല്ല. ശരി, അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ, MOU ഒപ്പിട്ടതിൽ കേന്ദ്ര സർക്കാർ ഇപ്പോൾ അഭിനന്ദിക്കുകയാണ് കേരളത്തെ. ഇത് യാതൊരു തരത്തിലുള്ള ചരടുകളും ഇല്ലാതെയുള്ള ഒപ്പിടലാണ്. അതായത് ദേശീയ വിദ്യാഭ്യാസ നയം, അതിൽ കരിക്കുലം അതൊന്നും
കേന്ദ്രത്തിന് ഇടപെടാൻ പറ്റില്ല എന്ന രൂപത്തിൽ തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതിൽ പ്രത്യേകമായി വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞൊരു കാര്യം, തന്ത്രപരമായ നീക്കം ഞങ്ങൾ നടത്തിയെന്നാണ്. എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ശ്രീ പത്മനാഭൻ? അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യാണ്ട്. ഒന്ന്, ദേശീയ വിദ്യാഭ്യാസ നയം ആരോടും ചോദിക്കാണ്ടാണ് കൊണ്ടുവന്നതെന്നൊക്കെ പറയുന്നത് ശരിയല്ല. അത് 2020 അതിൻ്റെ കരട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും അയച്ചു കൊടുത്തിരുന്നു. അവരോട് അഭിപ്രായം ചോദിച്ചിരുന്നു. കേരളത്തിലും അത് വന്നിരുന്നു. കേരളത്തിൽ സർക്കാർ അഭിപ്രായവും പറഞ്ഞിരുന്നു. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാന സർക്കാരുകളും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായങ്ങളൊക്കെ കേട്ടതിന് ശേഷമാണ് ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ചത്. അതിൽ ഒരു കാര്യം സത്യമാണ്, ഇപ്പോൾ കേരളം പറഞ്ഞ എല്ലാ അഭിപ്രായവും സ്വീകരിച്ചിട്ടില്ല. പക്ഷേ കേരളം പറഞ്ഞ എല്ലാ അഭിപ്രായം തള്ളിക്കളഞ്ഞിട്ടില്ല. ഇന്ത്യയിലെ ഒരു സംസ്ഥാനവും പറഞ്ഞ മുഴുവൻ അഭിപ്രായങ്ങൾ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനം പറഞ്ഞ മുഴുവൻ അഭിപ്രായങ്ങൾ തള്ളിക്കളയുകയോ ചെയ്തിട്ടില്ല. ഒന്നത്. രണ്ട്, ഈ ദേശീയ വിദ്യാഭ്യാസ നയം ഈ 336 സ്കൂളുകളിലാണ് കേരളം നടപ്പിലാക്കേണ്ടത്. അങ്ങനെയാണ്. കാരണം ഈ 336 സ്കൂളുകളെ വേറൊരു നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ്. എന്നോട് അതുമായി ബന്ധപ്പെട്ട ദേശീയ തലത്തിലെ ചർച്ചകളിൽ പങ്കെടുത്ത ആൾ പറഞ്ഞത്, നമ്മുടെ കേന്ദ്രീയ വിദ്യാലയങ്ങളുണ്ടല്ലോ, ഓരോ ജില്ലയിലും കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലെ കേന്ദ്രീയ വിദ്യാലയങ്ങളുണ്ട്. ആ നിലവാരത്തിലേക്ക് കേരളത്തിലെ ഒരു ബ്ലോക്കിലെ ഒരു പ്രൈമറി സ്കൂളും ഒരു ഹയർ സ്കൂളും ആ നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ്. അതിനു വേണ്ട സാമ്പത്തിക സഹായം, അതിനു വേണ്ട അടിസ്ഥാന സൗകര്യ വികസനം, അതിനു വേണ്ട സാങ്കേതിക വിദ്യ ഇതൊക്കെ നൽകും. ഇതാണ് ചെയ്യുന്നത്. അല്ലാണ്ട് ആരോടും ചോദിക്കാണ്ട് കൊണ്ടുവന്ന് കെട്ടിയിറക്കിയതൊന്നല്ല. രണ്ട്, ഈ 336 വിദ്യാലയങ്ങൾ അല്ലെങ്കിൽ ഈ ഫണ്ട് സ്വീകരിക്കുന്ന വിദ്യാലയങ്ങളിൽ മാത്രമേ ഈ കേന്ദ്ര സർക്കാരിൻ്റെ ദേശീയ വിദ്യാഭ്യാസ നയം ഇപ്പോൾ നടപ്പിലാക്കേണ്ടതുള്ളൂ. ഭാവിയിൽ അത് വ്യാപിപ്പിക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അത് അതാത് സംസ്ഥാന സർക്കാരുകളും കേന്ദ്രവും തമ്മിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട വിഷയമാണ്. ഒന്ന്. രണ്ടാമത്തേത്, കോൺഗ്രസ്സുകാർ ഞങ്ങളൊന്നും അറിയില്ല രാമനാരായണ എന്ന് പറയണ്ട. രാജസ്ഥാനിൽ 2023 ഏപ്രിലിൽ ഈ നയം നടപ്പിലാക്കി ഇന്ത്യയിൽ രാജസ്ഥാൻ ടോപ്സ് ഇൻ സെലക്ടിംഗ് സ്കൂൾസ് അണ്ടർ PM ശ്രീ. സ്കൂളുകളെ തിരഞ്ഞെടുക്കുന്നതിൽ രാജസ്ഥാൻ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നു എന്നുള്ള ടൈംസ് ഓഫ് ഇന്ത്യൻ്റെ വാർത്ത 23 ഏപ്രിൽ 2023 രാജസ്ഥാനിലെ BJP സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴാണ്. 2023 നവംബർ മാസത്തിലാണ്, ഡിസംബറിലാണ് സത്യപ്രതിജ്ഞ, നവംബറിലെ ഇലക്ഷൻ. അപ്പോൾ അതൊന്നും പറയണ്ട. ഇതൊക്കെ കോൺഗ്രസ്സുകാർക്ക് അറിയാം. അവർ ഭരിച്ചിരുന്ന സംസ്ഥാനങ്ങളിൽ അവർ സ്വീകരിച്ചിട്ടുണ്ട്, നടപ്പിലാക്കിയിട്ടുണ്ട്. ഇന്ന് അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ അവർ തുടർന്നു കൊണ്ടുവന്നുമുണ്ട്. ഇതാണ് ഒന്ന്. രണ്ട്, കരിക്കുലത്തിൻ്റെ കാര്യം ഇത് ചർച്ച ചെയ്ത് തീരുമാനിച്ചാണ്. ഇതിൽ ആർക്കും പിടിവാശി ആവശ്യവുമില്ല. കേന്ദ്ര സർക്കാരിന് തുറന്ന സമീപനമാണ്. എല്ലാ വിഷയത്തിലും ചർച്ച ചെയ്യാം. ചർച്ച ചെയ്ത് സംസ്ഥാന സർക്കാരുകൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു കൊടുത്തിട്ടാണല്ലോ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഞാൻ ചോദിക്കട്ടെ, ആയുഷ്മാൻ ഭാരത് പദ്ധതി കേന്ദ്ര സർക്കാരിൻ്റെ ഒറിജിനൽ പ്രോജക്റ്റ് വെച്ച് നടപ്പിലാക്കിയാൽ കേരളത്തിൽ 16 ലക്ഷം കുടുംബങ്ങൾക്കേ കിട്ടുള്ളായിരുന്നു. ഇപ്പോൾ സംസ്ഥാന സർക്കാർ അതിൻ്റെ നിബന്ധനകളിൽ മാറ്റം വരുത്തണമെന്ന് പറഞ്ഞപ്പോൾ അതിൽ മാറ്റം വരുത്തി കാരുണ്യ പദ്ധതിയിൽ ഉൾപ്പെട്ട മുഴുവൻ 32 ലക്ഷം കുടുംബങ്ങൾക്കും നൽകുന്നതിന് വേണ്ടി അതിൻ്റെ നിബന്ധന മാറ്റം വരുത്തിയെന്ന് മാത്രമല്ല, നേരത്തെ 2010 സാമ്പത്തിക സർവേയിൽ ഉൾപ്പെട്ടതായ ഒരു 3 ലക്ഷം കുടുംബങ്ങളെങ്കിലും ഉൾപ്പെടുത്തി ഇന്ന് 35 ലക്ഷം കുടുംബങ്ങൾക്ക് കേരളത്തിൽ ആയുഷ്മാൻ ആരോഗ്യ പദ്ധതി നടപ്പിലാക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഇതെന്താ, ഇത് പഴയ കമ്മ്യൂണിസ്റ്റ് സോവിയറ്റ് യൂണിയൻ ഒന്നും അല്ലല്ലോ, ഇരുമ്പ് മറയൊന്നുമില്ലല്ലോ. ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ, പരസ്പരം ചർച്ച ചെയ്ത് മുന്നോട്ട് പോകേണ്ടതല്ലേ. അങ്ങനെയല്ലേ മറ്റ് 26 സംസ്ഥാനങ്ങളും ചെയ്തത്, ഇൻക്ലൂഡിംഗ് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ. കേരള സർക്കാരിൽ ഇവിടുത്തെ LDF മുന്നണിയിൽ നടന്ന കാര്യത്തെക്കുറിച്ചൊരു അഭിപ്രായം പറയൂ. അങ്ങ് ഈ പറഞ്ഞതുപോലെ സംസ്ഥാനങ്ങളോട് ആലോചിച്ച് നടപ്പാക്കിയ ഒരു വിശാലമായ പദ്ധതി എന്ന് അങ്ങ് പറയുമ്പോൾ ഇവിടെ സർക്കാർ എന്ത് ചെയ്തു? LDFൽ ആലോചിക്കാതെ CPI അറിയിക്കാതെ പോയി ഒപ്പുവെച്ചു. അതിനെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, അതിനൊരു കാരണമുണ്ട്. 2020 ചർച്ച ചെയ്യാൻ കരട് രേഖ കൊടുത്തയച്ചപ്പോൾ CPIക്കാരെ കാണിച്ചില്ലേ, ക്യാബിനറ്റിൽ വെച്ചില്ലേ? വിദ്യാഭ്യാസ മന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പും മുഖ്യമന്ത്രിയും മാത്രമേ അറിഞ്ഞുള്ളൂ. അന്നിത് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ക്യാബിനറ്റിൽ അവതരിപ്പിക്കണ്ടേ? അല്ലെങ്കിൽ ഇത് ക്യാബിനറ്റ് ചർച്ച ചെയ്യണ്ടേ? മുന്നണി ചർച്ച ചെയ്യണ്ടേ? ഇങ്ങനെ ഒരു സാധനം കേന്ദ്രം കൊടുത്തയച്ചിട്ടുണ്ട്, അത് നടപ്പിലാക്കും
എന്നാണ് പറയുന്നത്. സംസ്ഥാനങ്ങൾ അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്. എന്താ എല്ലാവർക്കും പറയാനുള്ളത്? ഇത് ചോദിച്ചിട്ടില്ല. ഇത് 5 കൊല്ലം മുന്നേ നടന്ന സംഭവമാണ്. അല്ല, അന്ന് ചോദിച്ചിട്ടുണ്ട്, നടപ്പാക്കാൻ പറ്റില്ലെന്നും പറഞ്ഞിട്ടുണ്ട്. അഡ്വക്കേറ്റ് വി പി ശ്രീപത്മനാഭൻ 2 തവണ ക്യാബിനറ്റിൽ പറ്റില്ല എന്ന നിലപാടെടുത്തത് CPI ആണ്. അപ്പോൾ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായില്ലേ? CPIൻ്റെ അഭിപ്രായത്തിന് ഒരു വിലയില്ലാന്ന് ഇപ്പം മനസ്സിലായില്ലേ? CPIൻ്റെ അഭിപ്രായത്തിന് ഒരു വിലയില്ലാന്ന് മനസ്സിലായില്ലേ? ഇനി CPI എന്ത് ചെയ്യണമെന്ന് CPI തീരുമാനിക്കുക. ഞാനെന്ത് പറയാനാ? ഞങ്ങൾ BJPക്കാർ എന്ത് പറയാനാ? അവർ തീരുമാനിക്കട്ടെ, അവർക്ക് വേണ്ട കാര്യം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഫെഡറൽ സംവിധാനത്തിൻ്റെ മര്യാദകൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇത് കൊണ്ടുവന്നത്. അങ്ങനെ തന്നെയാണ് ഇത് നടപ്പിലാക്കുന്നത്. ആരുടെ തലയിലും കെട്ടിവെക്കുന്നില്ല, ആരെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നില്ല. ഇന്നും 2 സംസ്ഥാനങ്ങൾ ഒപ്പിടാണ്ട് മാറി നിൽക്കുന്നുണ്ട്. അവരുമായി ഇതിൻ്റെ പേരിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല. ഒപ്പിടാൻ നിർബന്ധിക്കുകയായിരുന്നു എന്നുള്ളൊരു സാഹചര്യമുണ്ട്. സർവശിക്ഷ അഭിയാൻ വഴിയുള്ള ഫണ്ട് കിട്ടണമെങ്കിൽ PM ശ്രീ ഒപ്പിടണമെന്നുള്ള നിബന്ധന വന്നില്ലേ? അങ്ങനെയൊന്നില്ലാന്ന്. ഈ ഫണ്ട് കിട്ടാനേ ഇത് ഒപ്പിടണ്ടു, വേറെ ഫണ്ട് കിട്ടാൻ ഇത് ഒപ്പിടണ്ട. അങ്ങനെയൊന്നില്ല. അതൊക്കെ ഇവർ പറഞ്ഞ് പരത്തുന്ന നുണകളാണ്. ഇവർ പലതും പറയും, അതൊന്നും നോക്കണ്ട. അങ്ങനെ ഇന്ത്യയിൽ എവിടെയും ചെയ്യാറില്ല. ഒരു ഫണ്ടിന് ആ ഫണ്ടിൻ്റെ നിബന്ധന, വേറൊരു ഫണ്ടിന് വേറെ ഫണ്ടിൻ്റെ നിബന്ധന. വെറുതെ നരേന്ദ്രമോദിയോട് രാഷ്ട്രീയ വിരോധം ഉണ്ടെന്ന് വെച്ചിട്ട് എല്ലാം അങ്ങോരെ തലയിൽ കെട്ടിവെക്കുക, അത് മര്യാദയല്ല. ശരി, ഒപ്പിടേണ്ടി വന്നതിന്റെ നിസ്സഹായാവസ്ഥയാണ് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയായാലും പറഞ്ഞത്. ഇന്ന് പാർട്ടി CPM സംസ്ഥാന സെക്രട്ടറി ആയാലും പറഞ്ഞിരിക്കുന്നത് ഒരു നിസ്സഹായാവസ്ഥയിൽ നിന്നും കാലം ഇങ്ങനെ ആയ സ്ഥിതിക്ക് നമുക്കിതല്ലാതെ വേറെ വഴിയില്ല എന്ന് പറയുമ്പോൾ അതിൽ കേന്ദ്ര സർക്കാരിന്റെ ഒരു കടുംപിടുത്തമുണ്ട്. ഒപ്പിട്ടാലേ ഉള്ളൂ പണം എന്ന നിലപാടാണല്ലോ. അല്ല, 336 സർക്കാർ സ്കൂളുകൾ, ഇവിടത്തെ പാവപ്പെട്ടവൻ്റെ മക്കൾ പഠിക്കുന്ന 336 സ്കൂളുകൾ നന്നാവും. അതിനുവേണ്ടി വരുന്ന ഫണ്ട് കേരളത്തിൽ വരും, അത് ഇറങ്ങും, കേരളത്തിലെ മാർക്കറ്റിൽ ഇറങ്ങും. സ്കൂളുകൾ നന്നാക്കാൻ 5 ലക്ഷം രൂപ, ലാബോറട്ടറി സ്ഥാപിക്കാൻ 1 ലക്ഷം രൂപ, ഇങ്ങനെ ഓരോ ആവശ്യങ്ങൾക്കുമുള്ള ഫണ്ടുകളാണ്. ഈ പണം എവിടെയാണ് വരാൻ പോകുന്നത്? ഈ പണം കേരളത്തിലാണ് ചെലവഴിക്കാൻ പോകുന്നത്. അത് കേരളത്തിലെ മാർക്കറ്റിനെ എനർജൈസ് ചെയ്യും. കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പാവപ്പെട്ടവന്റെ മക്കൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അത് നന്നാക്കും. കേരളത്തിലെ സ്കൂളുകൾ അത്ര മോശമല്ല. കേരളത്തിലെ സ്കൂളുകൾ അത്ര മോശമല്ലെന്നേ. അല്ല, ഞാൻ ചോദിക്കട്ടെ, എത്ര ലക്ഷം കുട്ടികൾ ഒരു വർഷം വിദേശത്ത് പഠിക്കാൻ പോകുന്നു, അന്യ സംസ്ഥാനങ്ങളിൽ പോകുന്നു? ഇവിടെ പല എഞ്ചിനീയറിംഗ് കോളേജുകൾ പൂട്ടാൻ പോവുകയാണ്. ഞാൻ പേര് പറയുന്നില്ല. അപ്പം എന്നോട് പറഞ്ഞു ഞങ്ങൾ പൂട്ടേണ്ട അവസ്ഥയിലാണ്. 5 6 കുട്ടികളാണ് ഒരു ക്ലാസ്സിൽ. മലയാളം BAക്ക് കേരളത്തിലെ പ്രശസ്തമായൊരു കോളേജിൽ 2 കുട്ടികളാണ് ചേർന്ന്. 2 കുട്ടികൾ കാനഡയിലും അയർലൻഡിലും ഇംഗ്ലണ്ടിലും ഒക്കെ പഠിക്കാൻ, ഓസ്ട്രേലിയയിലൊക്കെ പഠിക്കാൻ പോകുന്നത് ആരാ? നമ്മളെ വീട്ടിലെ കുട്ടികളാണ്. അതിന്റെ കാരണം മറ്റു ചില കാരണങ്ങളാണല്ലോ. അതിന്റെ കാരണം മറ്റു ചില വിഷയങ്ങളാണല്ലോ. ഞാൻ അങ്ങേലേക്ക് വരാം. ശ്രീ ശിവദാസൻ, ഇന്നിപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി ആയാലും ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയായാലും പറയുന്ന ഘട്ടങ്ങളിൽ പറയുന്ന ഒരു കാര്യം, ഇതല്ലാതെ വേറെ വഴിയില്ല, കുട്ടികളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് പോകാൻ പറ്റില്ല എന്നാണ്. അപ്പോൾ ഒരു നിസ്സഹായാവസ്ഥയിലാണോ സർക്കാർ യഥാർത്ഥത്തിലുള്ളത്? ഇടത് സർക്കാരിന് നിസ്സഹായാവസ്ഥയാണെങ്കിൽ അങ്ങനെ നിസ്സഹായമായ ഒരു സർക്കാരിനെ എന്തിന് തെരഞ്ഞെടുക്കണമെന്ന് ജനത്തിന് ആലോചിക്കാമല്ലോ. ഇടത് നയത്തിനാണല്ലോ വോട്ട് ചെയ്യുന്നത്, അല്ലേ? ഇടത് നയത്തിനല്ലേ വോട്ട് ചെയ്യുന്നത്. ആ നയത്തിൽ നിന്നും വ്യതിചലിച്ചു കഴിഞ്ഞാൽ ഇടതുപക്ഷം എന്ത് കരുതണം? ശ്രീ ശിവദാസൻ, ഇടതുപക്ഷത്തിന് നല്ല വ്യക്തതയുണ്ട്. ഇവിടെ പ്രിയ സഹപ്രവർത്തകൻ ഡോക്ടർ വർഗീസ് ജോർജ് അദ്ദേഹം പറഞ്ഞതിൽ ഒരു ചെറിയ ക്ലാരിറ്റി വരുത്തുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. കാരണം ഒന്ന്, ഇവിടെ NEP-യോട് ചേർന്ന് BJPയുടെ യൂണിയൻ ഗവൺമെന്റ് മുന്നോട്ട് വെച്ചിട്ടുള്ള PM ഉഷ പദ്ധതി നേരത്തെ തന്നെ കേരളത്തിലെ ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് സൈൻ ചെയ്തിട്ടുള്ള ഒന്നാണ്. അതിനകത്ത് നിങ്ങൾ കാണേണ്ടത് NEP-യിൽ തന്നെ പറഞ്ഞിട്ടുള്ള അതിലെ പേജ് നമ്പർ 17 വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കരിക്കുലം ഉണ്ടാക്കുന്നതിനുള്ള എല്ലാവിധ പാഠപുസ്തകം തയ്യാറാക്കുന്നതിനുള്ള അവകാശാധികാരങ്ങൾ സംസ്ഥാനത്തിന് തന്നെ നിക്ഷിപ്തമായിരിക്കുമെന്നുള്ള ഉറപ്പാണ്. 2, നിങ്ങൾ കാണേണ്ടുന്ന ഒരു കാര്യം, UGCയുടെ ഔട്ട്കം കരിക്കുലം ഫ്രെയിംവർക്കിനെ, ലേണിംഗ് ഔട്ട്കം ഫ്രെയിംവർക്കിനെ അത് നടപ്പിലാക്കില്ല എന്ന് കേരളം എഴുതി കൊടുത്തു. ഇനി അതിനപ്പുറം നിങ്ങൾ കാണേണ്ടുന്ന മറ്റൊന്നെന്താ, ഇന്ത്യൻ നോളജ് സിസ്റ്റത്തെ കുറിച്ചുള്ള ഒരു സ്പെഷ്യൽ പ്രൊജക്ട് അവർ മുമ്പോട്ട് വെച്ചപ്പോ കേരളം എന്താ വെച്ചത്? കേരളത്തിൻ്റെതായിട്ടുള്ള പരമ്പരാഗത എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ, കേരള
നോളജ് സിസ്റ്റംസിനെ മുന്നോട്ട് വെക്കുന്ന നിലയുണ്ടായി. അപ്പോൾ ഒരു ബദൽ കേരളം മുന്നോട്ട് വെക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യ രാജ്യത്തിലെ യൂണിയൻ ഗവൺമെന്റ് നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഏറ്റവും കൊള്ളരുതാത്ത ഒരു നയസമീപനം നമുക്കെല്ലാം അറിയാം. അതിനെതിരായിട്ടുള്ള സമരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ തന്നെ NEP-യുടെ ഉള്ളടക്കത്തോടുള്ള എതിർപ്പ് വ്യക്തമാക്കിക്കൊണ്ട് തന്നെ എങ്ങനെയെല്ലാം നമുക്കൊരു ബദലിനെ മുന്നോട്ട് വെക്കാമെന്നുള്ളതാണ്. PM ഉഷ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിൽ നാം നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികൾ നമുക്കറിയാവുന്ന കാര്യമാണ്. ഇവിടെ അന്ന് PM ഉഷ പ്രൊജക്ട് എന്നുള്ളത് നടപ്പിലാക്കുന്ന സൈൻ ചെയ്യുന്ന ഘട്ടത്തിൽ നമ്മുടെ വർഗീസ് ജോർജ് ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും ഇതിന്റെയൊക്കെ ഈ ചർച്ചകളും ഒക്കെ കേട്ടിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ ആരും വിമർശനത്തിലേക്ക് പോവല്ല. തീർച്ചയായും ഈ ചർച്ചകൾ പല നിലയിൽ, പല ഘട്ടങ്ങളിൽ, പല രീതിയിൽ നടന്നിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ LDF-ന്റെ സംസ്ഥാന നേതൃസമിതിയിൽ പങ്കെടുക്കുന്ന ഒരാളല്ല. അതുകൊണ്ട് എന്നെക്കാൾ അറിയുന്ന ആളുകളായിരിക്കും ഒരുപക്ഷെ ഇപ്പൊ നമ്മുടെ വർഗീസ് ജോർജ് ഉൾപ്പെടെയുള്ള ആളുകൾ ഒരുപക്ഷെ നിരീക്ഷിക്കുന്ന ആളാണല്ലോ. കാര്യങ്ങളെയൊക്കെ വളരെ നന്നായിട്ട് അദ്ദേഹം NEP-യോടുള്ള എതിർപ്പും അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനെ അഭിനന്ദിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് NEP-യുടെ ഉള്ളടക്കത്തോടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് PM ഉഷ പ്രൊജക്റ്റിൽ നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് സൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്താ, ചില ആളുകൾ ധരിക്കുന്നത് കേരളത്തിന് നായാ പൈസ കിട്ടാതെ പോകട്ടെ എന്നാണ്. കേരളത്തിലെ ലൈഫ് പ്രൊജക്ടിനെ എതിർക്കുന്നവർ, കേരളത്തിലെ K-ഫോണിൽ എതിർക്കുന്നവർ, കേരളത്തിന്റെ എല്ലാ വികസന പദ്ധതിക്കും പാരവെക്കാൻ നടക്കുന്ന മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ആളുകൾ താല്പര്യപ്പെടുന്നത് ഇവിടുത്തെ സ്കൂളൊക്കെ നശിച്ചു പോട്ടെ എന്നുള്ളതാണ്. അവർ ഭരിക്കുമ്പോൾ, അവർ വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുമ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടപ്പെട്ടിരുന്നു. അൺഎക്കണോമിക് എന്ന നിലയിൽ അധ്യാപകരെ പിരിച്ചുവിടുന്നതിന് വേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷേ LDF-ന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ചു. സ്കൂളുകൾക്ക് 2 കോടി വീതം അല്ലാതെ തന്നെ സംസ്ഥാന സർക്കാർ നൽകിയിട്ടില്ലേ ശ്രീ ശിവദാസൻ? സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങളായി പറയുന്ന ഒരു കാര്യം വിദ്യാഭ്യാസപരമായി നമുക്കുള്ള നേട്ടമാണല്ലോ, വിദ്യാഭ്യാസ രംഗത്തുള്ള നമ്മുടെ നേട്ടമാണല്ലോ. അപ്പോൾ ഈ കേന്ദ്രത്തിന്റെ സഹായമില്ലെങ്കിൽ നമ്മൾ അമ്പയെ പരാജയപ്പെട്ടു എന്ന വിലയിരുത്തലേക്ക് വരുന്നതിനെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അങ്ങിപ്പോൾ പറയുന്നത് പണം ഇല്ല, അതൊരു സത്യമാണ്. പല ഘട്ടങ്ങളിലായി കേരളത്തെ ഞെരുക്കിയിട്ടുണ്ട്, അതിൽ തർക്കമില്ല. കേരളം മാത്രമല്ല, ഈ തരത്തിൽ BJP ഭരിക്കാത്ത സംസ്ഥാനങ്ങളിൽ ഈ തരത്തിലുള്ള സമ്മർദ്ദം ചെലുത്താറുണ്ട്, അത് ശരി തന്നെ. പക്ഷെ നിങ്ങൾ അതിന് വഴിപ്പെടുമ്പോൾ മുദ്രാവാക്യം വേറെ ഭരണം വേറെ എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? നിങ്ങളൊക്കെ തെരുവിലിറങ്ങി നടത്തിയ സമരങ്ങളെ നിങ്ങൾ റദ്ദ് ചെയ്യുകയാണോ ശ്രീ ശിവദാസൻ? ഇനി ഞാൻ പറയാം, എന്താ ഈ കോൺഗ്രസും ഇടതുപക്ഷവും തമ്മിലൊരു വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞാൽ, ഇടതുപക്ഷം ഇന്ത്യൻ ഭരണഘടനയിലെ, ഇന്ത്യൻ റിപ്പബ്ലിക്കിലെ നിയമപരമായ എല്ലാ സാധ്യതകളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജനങ്ങൾക്ക് സഹായം ചെയ്യുന്ന സമീപനം എടുക്കുന്നു. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. ഇന്ത്യയിൽ കൃഷിഭൂമി കൃഷിക്കാർക്ക് എന്നുള്ള മുദ്രാവാക്യം ആദ്യമായി വിളിച്ച സംഘടനകളിലൊന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. കോൺഗ്രസിന്റെ പ്രമേയമായിരുന്നു കൃഷിഭൂമി കൃഷിക്കാർക്ക് എന്നുള്ളത്. പക്ഷേ കോൺഗ്രസ് ഭരിച്ച ഒരു സംസ്ഥാനത്തിലും അവരുടെ മുൻകൈയിൽ കൃഷിഭൂമി കൃഷിക്കാർക്ക് കൊടുത്തിട്ടില്ല. വിദ്യാഭ്യാസം സാർവത്രികം എന്നുള്ളത് ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് തന്നെ ഉയർന്നു വന്നിട്ടുള്ള കാഴ്ചപ്പാടാണ്. പക്ഷേ ഈ രാജ്യത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ, ഇടതുപക്ഷമാണ് വിദ്യാഭ്യാസം സാർവത്രികം എന്നുള്ള നയം നടപ്പിലാക്കിയത്. നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും, മുണ്ടശ്ശേരി മാഷിന്റെ നേതൃത്വത്തിൽ നമ്മുടെ ചരിത്രത്തിൽ പഠിച്ചിട്ടുള്ളതാണല്ലോ കേരളത്തിൽ വിദ്യാഭ്യാസ ബില്ല് കൊണ്ടുവന്നതും. ആ വിദ്യാഭ്യാസ ബില്ലിനെതിരായിട്ട് കേരളത്തിലെ ജാതി മത കോമരങ്ങൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള സമരവും എന്തായിരുന്നു മുദ്രാവാക്യം വിളിച്ചത്? തണ്ട മുണ്ട മുണ്ടശ്ശേരി, നിന്റെ തലയിൽ എന്താ തണ്ടോ മുണ്ടോ ചകിരിച്ചോറോ. ഈ നാട്ടിലെ കോൺഗ്രസും കോൺഗ്രസിനൊപ്പം നിന്നിട്ടുള്ള ശക്തികളും വിളിച്ചിട്ടുള്ള മുദ്രാവാക്യമാണ്. അതിനെ ചെറുത്തുകൊണ്ടാണ് ഇടതുപക്ഷം കേരളത്തിലെ പൊതുവിദ്യാലയ ശൃംഖലയെ വികസിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ നിങ്ങൾ RSS-നെ BJP-യാണ് ചെറുക്കേണ്ടത്. ഈ കാലഘട്ടത്തിൽ അവരാണ് ഭരിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങളുടെ പ്രശ്നം. ഇപ്പോൾ ഭരണത്തിലില്ലാത്തവരോട് നിങ്ങൾക്ക് എന്ത് യുദ്ധം? അയ്യോ, നിങ്ങൾക്ക് എന്ത് യുദ്ധം? എന്റെ ഉത്തരത്തെക്കാൾ വലിയ നീണ്ട ചോദ്യമാണ് അങ്ങ് ചോദിച്ചത്. അപ്പൊ എന്റെ ഉത്തരത്തിന് ഒരു ചെറിയ സമയം തരൂ. ഞാൻ പറഞ്ഞ എന്താണ്, ഒരേ സമയത്ത് ഈ നാട്ടിലെ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് നടത്തിയിട്ടുള്ള വലിയ ബഹുജന ക്യാമ്പയിൻ, ആ ബഹുജന ക്യാമ്പയിന്റെ നേട്ടത്തിനോടൊപ്പം ഈ യൂണിയൻ ഗവൺമെന്റിൽ നിന്ന് കിട്ടാവുന്ന എല്ലാ വിധത്തിലുള്ള സാമ്പത്തിക ആനുകൂല്യങ്ങളും വാങ്ങിയെടുക്കുക എന്നുള്ള മറ്റൊരു രീതി. നമുക്ക് കേരളത്തെക്കാളേറെ സാമ്പത്തിക സഹായങ്ങൾ വാങ്ങിയെടുത്തിട്ടുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ്. ഇവിടങ്ങളിലൊന്നും പക്ഷെ ഇങ്ങനൊരു വിദ്യാഭ്യാസ പുരോഗതി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. പക്ഷെ കേരളം എന്താണ്? കേരളം ലഭ്യമായ പണത്തെ അതിന്റെ എല്ലാ അർത്ഥത്തിലും ശരിയായ നിലയിൽ വിനിയോഗിച്ചു. ആ വിനിയോഗമാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ പുഷ്ടിപ്പെടുത്തിയത്. അതിനൊപ്പം ബഹുജനങ്ങളുടെ പിന്തുണയും. ഇവിടെ മുസ്ലിം ലീഗ് എന്താണ് ചെയ്തത്? കോൺഗ്രസ് എന്താണ് ചെയ്തത്? കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ എല്ലാ അർത്ഥത്തിലും കച്ചവടവൽക്കരിച്ച് തകർക്കാൻ വേണ്ടി ശ്രമിച്ചു. അവരുടെ കാലത്ത് പൊതുവിദ്യാലയത്തിലെ കുട്ടികളുടെ എണ്ണം കുറഞ്ഞു. അവരുടെ കാലത്ത് പൊതുവിദ്യാലയങ്ങളുടെ എണ്ണം കുറക്കാൻ നോക്കി. പക്ഷേ നേരെ വിപരീത ദിശയിലാണ് ഇടതുപക്ഷം പോയത്. അതുകൊണ്ട് PM ഉഷ പദ്ധതിയിൽ ഒപ്പിടുന്ന വേളയിൽ ഈ കേരളത്തിലെ നമ്മളെല്ലാവരും
അന്നും ഇവിടെ ജീവിച്ചിരുന്നവരാണ്. ശ്രീ ശിവദാസൻ, ഈ MOU ഇപ്പോൾ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ശ്രീ ശിവദാസൻ, MOU ഒപ്പിട്ടിരിക്കുന്നത് ഈ മാസം 16-നാണ്. ഈ മാസം 16-നാണ് ഒപ്പിട്ടിരിക്കുന്നത്. 10-ന് മുഖ്യമന്ത്രി ഡൽഹിയിൽ എത്തുന്നുണ്ട്. 22-നാണ് അവസാനത്തെ മന്ത്രിസഭാ യോഗം ചേരുന്നത്. അപ്പോൾ CPI മന്ത്രിമാർ, CPI ആരും അറിഞ്ഞിട്ടില്ല. എന്തിന്? CPM ജനറൽ സെക്രട്ടറി പോലും അറിഞ്ഞിട്ടില്ല, MA ബേബി പോലും അറിഞ്ഞിട്ടില്ല എന്നല്ല മനസ്സിലാക്കേണ്ടത്. 16 ഒപ്പിട്ട് MOU ആണ്. അപ്പോൾ ആരെയൊക്കെയാണ് ഇപ്പോൾ ഇരുട്ടിൽ നിർത്തിയത്? CPI മാത്രമല്ല, ശ്രീ വർഗീസ് ജോർജ്, RJD മാത്രമല്ല, ഇരുട്ടിൽ നിൽക്കുന്നവർ ഒരുപാട് പേരുണ്ട്. ഒപ്പിന്റെ എണ്ണം എനിക്ക് എത്രയാണെന്ന് അറിയില്ല. 16-ആണോ 18-ആണോ എന്നുള്ളതെന്ന് എനിക്കറിയില്ല. 16-നാണ് ഒപ്പിട്ടത് MOU. ആവട്ടെ, അതിന് നിങ്ങൾ ഈ പറയുന്നതിനും എത്രയോ മാസങ്ങൾക്ക് മുമ്പല്ലേ PM ഉഷ പ്രൊജക്ട്. അല്ല, PM ഉഷ പ്രൊജക്ട് അവിടെ നിൽക്കട്ടെ. നമ്മളിപ്പോൾ ചർച്ചയാക്കിയത് PM ഉഷയുടെ കാര്യമല്ലോ. PM ശ്രീയിൽ തർക്കം, പ്രതിഷേധം ഇവിടെ പറയുന്നു. ശരി, അങ്ങനെയല്ല. PM ശ്രീയിൽ നോക്കൂ, മുന്നണിയിൽ നിന്ന് വന്നിരിക്കുന്ന പ്രതികരണമാണല്ലോ പ്രധാനം. മുന്നണിയിൽ നിന്ന് വന്നിരിക്കുന്ന പ്രതികരണമല്ലേ ശ്രീ ശിവദാസൻ? അങ്ങ് അക്ഷമനായിട്ട് കാര്യമില്ലല്ലോ. കാരണം ബിനോയ് വിശ്വമാണ് തുടക്കം മുതൽ പറയുന്നത് PM ശ്രീ ഒപ്പിടാൻ അനുവദിക്കില്ല എന്ന്. അല്ലേ? ഞാൻ അക്ഷമനല്ല. ഞാൻ വസ്തുത പറയുമ്പോ വസ്തുത പറയാൻ ഞാനും വസ്തുതയാണ് പറഞ്ഞത്. 16-ന് ഒപ്പിട്ടത് എങ്ങനെയാണ് ഇത്ര ദിവസം നിശബ്ദമാക്കി നിന്നുകൊണ്ട് CPIയെ, പാർട്ടി ജനറൽ സെക്രട്ടറിയെ, ഒരുപക്ഷെ പാർട്ടി സെക്രട്ടറിയെ പോലും അറിയിക്കാതെ വെച്ചത്? ഞാൻ പറഞ്ഞ എന്താണ്, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമെന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള PM ഉഷ പ്രൊജക്ടിന്റെ ഭാഗമായി കേരളം ഒപ്പുചേർത്തിയിട്ടുള്ളത് എത്രയോ മാസങ്ങൾക്ക് മുമ്പാണ്. അത് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കറിയാം. അതിന്റെ ഭാഗമായിട്ടുള്ള സാമ്പത്തിക ആനുകൂല്യങ്ങൾ പറ്റിയിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ശരി, അവിടെ NEP കടന്നു വന്നിട്ടുണ്ട്. ശരി, ഗവർണറുമായി നിരന്തരം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്തായാലും അക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. ഞാനൊന്ന് പൂർത്തീകരിക്കട്ടെ. അല്ല, അങ്ങനെയല്ല, ഞാനൊന്ന് പൂർത്തീകരിക്കട്ടെ. അപ്പോഴെന്താണ്, എഡ്യൂക്കേഷൻ സെക്ടറിൽ NEPയുമായി ബന്ധപ്പെട്ട് ആദ്യമായി ഏതെങ്കിലും ഒരു വകുപ്പ് രേഖപ്പെടുത്തിയിട്ടുള്ള ഒപ്പുചേർത്തലല്ല ഇത്. ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള ഒപ്പുവയ്ക്കലുകൾ ഉണ്ടായിട്ടുണ്ട്. ആ ഒപ്പുവയ്ക്കൽ ഉണ്ടായി എന്ന് പറഞ്ഞാൽ ആ സമയത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെയാണ് ഉണ്ടായത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ കേൾക്കൂ. ശ്രീ വർഗീസ് ജോർജ് അതിന് മറുപടി പറയട്ടെ. അതാണ് PM ഉഷ പദ്ധതിയിൽ ഒപ്പിട്ടപ്പോൾ ഇല്ലാത്ത വിഷമം എന്തിനാണ് PM ശ്രീയിൽ എന്നുള്ളതാണ് മുന്നണിയിൽ നിങ്ങളോടുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടപെടലേക്ക് പോയത്. സമയക്കുറവിന്റെ PM ഉഷ പറഞ്ഞു കഴിഞ്ഞതാണ്. പ്രധാനപ്പെട്ട വസ്തുതാപരമായിട്ടുള്ള ചോദ്യം ചോദിച്ച് അത് പൂർത്തീകരിക്കാൻ അനുവദിക്കണം. അപ്പോൾ അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾ ഇപ്പോഴുള്ള ആളുകൾ തന്നെയാണ്. അന്ന് ഭരണപരമായിട്ടുള്ള നേതൃത്വം എന്ന് പറയുന്നത് മന്ത്രിമാർ, വിദ്യാഭ്യാസ മന്ത്രി, പൊതുവിദ്യാഭ്യാസ മന്ത്രി, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, നിലവിലുള്ളവർ തന്നെയാണ്. അപ്പോൾ ആ ഒപ്പുചേർത്തലിന്റെ ഭാഗമായി സാമ്പത്തിക സഹായം സ്വീകരിച്ചിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്റെയും നിങ്ങളുടെയും ജില്ലയിൽ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. അതുകൊണ്ട് അത് ശരി, അങ്ങ് പറഞ്ഞതാണ്, വിശദീകരിക്കണ്ടായിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി അത് ആവർത്തിക്കുന്നുണ്ടായിരുന്നു. അന്നില്ലാത്ത പ്രതിഷേധമാണോ എന്ന് പറയുമ്പോൾ ശ്രീ വർഗീസ് ജോർജ് അങ്ങേക്ക് മറുപടി നൽകേണ്ടത് 16-ാം തീയതി ഒപ്പിട്ട MOU ആണ്. MOU ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. നിങ്ങൾ ഇന്നലെ പറയുമ്പോൾ ബിനോയ് വിശ്വം പറയുന്നു, ഞാൻ മാധ്യമങ്ങൾ പറയുമ്പോഴാണ് അറിയുന്നതെന്ന്. ജനയുഗം പത്രത്തിൽ വന്നിരിക്കുന്നു, PM ശ്രീ MOU ഒപ്പിട്ടെന്ന് എന്നാണ്. അവിശ്വസനീയമായിട്ടാണ് ആ വാർത്തയുടെ തലക്കെട്ട് പോലും. ഡോക്ടർ വർഗീസ് ജോർജ്, ഈ MOU ഒപ്പിട്ട തീയതി അടക്കം പുറത്തു വരുമ്പോൾ എന്താണ് പറയാനുള്ളത്? അതേപോലെ ഉന്നത വിദ്യാഭ്യാസ നയത്തിലും ഈ തരത്തിൽ നേരത്തെ തന്നെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അന്ന് വേറൊരു PM ഉഷ പദ്ധതിയിലും ഒപ്പിട്ടിട്ടുണ്ട്. അന്നില്ലാത്ത പ്രതിഷേധം എന്തിനാണ് ഇപ്പോൾ നിങ്ങൾക്ക് എന്നുള്ളതാണ് CPMന്റെ ആവർത്തിച്ചുള്ള ചോദ്യം. ഒന്നാമത്തെ കാര്യം, 16-ാം തീയതിയാണ് ഒപ്പിട്ടതെന്നുള്ളത് ഇപ്പോഴാണ് അറിയുന്നത്. ഞങ്ങളെല്ലാം കരുതിയത് ഇന്നലെയാണ് ഒപ്പിട്ടതെന്നാണ്. അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് തന്നെ ഇത് ഒപ്പിട്ടു എന്ന് കേൾക്കുന്നത് തന്നെ ഒരു നിർഭാഗ്യകരമായ വസ്തുതയാണ്. കേരളത്തിലെ ഒരു ഭരണമുന്നണിയാണ്, ആ ഭരണമുന്നണിയുടെ ഏകോപന സമിതിയാണ് LDF. ആ LDFിലെ ഘടകകക്ഷികളും ഈ ഒരു ഡോക്യുമെൻ്റ് ഒപ്പിട്ടത് ഒരാഴ്ച മുമ്പായിരുന്നു എന്നുള്ളത് ഇന്നലെയാണ് അറിയുന്നത്. അതൊരു നല്ല കീഴ്വഴക്കമല്ല എന്നുള്ളതാണ്. രണ്ടാമത് PM ഉഷ പദ്ധതിയും ഈ പ്രൊജക്റ്റുമായുള്ള വ്യത്യാസം, ഈ പ്രോജക്റ്റിൽ PM ശ്രീ പ്രോജക്റ്റിൽ അവർ അസന്നിഗ്ധമായിട്ട് അതിൻ്റെ മാൻഡേറ്റ് പറയുന്നുണ്ട്. ഈ PM ശ്രീ പ്രോജക്റ്റ് സ്വീകരിക്കുന്ന സ്കൂളുകളിലെ കരിക്കുലം നിശ്ചയിക്കുന്ന തങ്ങളായിരിക്കും. ആ കരിക്കുലം NEPയുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഫ്രെയിംവർക്കിലുള്ള ഒരു കരിക്കുലമായിരിക്കും. അപ്പോൾ അവിടെ സ്റ്റേറ്റ് സിലബസോ അല്ലെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞ പോലെയുള്ള ഒരു ഓട്ടോണമി നമുക്കില്ല. അത് കരിക്കുലം പൂർണ്ണമായിട്ട് അവരുടെ കയ്യിലായിരിക്കും. മാത്രമല്ല, ആ സ്കൂളുകളുണ്ടല്ലോ,
ആ സ്കൂളുകൾ ഈ ഫണ്ട് സ്വീകരിച്ച് വളർന്ന് ആശയപരമായി മറ്റ് അടുത്തുള്ള സ്കൂളുകളെ സ്വാധീനിക്കുകയും വേണം. അപ്പം ഞങ്ങൾ പഠിക്കുന്ന ഇതൊക്കെയാണ്, നിങ്ങൾ വേറെ കാര്യങ്ങളാണ് പഠിക്കുന്നത്, ഇതൊക്കെ പഠിക്കണ്ടേ എന്ന് കുട്ടികളോട് ചോദിച്ച് അവരെ മാനസികമായിട്ട് കീഴ്പ്പെടുത്താൻ സാധിക്കും. ഇപ്പോൾ ആയുഷ്മാൻ ഭാരത് അല്ലെങ്കിൽ ജൽജീവൻ ഇതുപോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കൃഷിക്ക് വായ്പ എടുക്കുന്ന പോലല്ല. നമ്മൾ ഈ വിദ്യാഭ്യാസ മേഖലയിൽ ഉപാധികളോടെ വായ്പയെടുത്ത് പ്രത്യേകിച്ചും ആശയപരമായി നമ്മളെ അങ്ങ് ബന്ധിപ്പിച്ച് കഴിയുന്നത് അത് ഭാവി തലമുറയെ വളരെ ബാധിക്കും. ഡോക്ടർ വർഗീസ് ജോർജ്, അതിന് നേരത്തെ തോമസ് ഐസക് പറഞ്ഞിരുന്ന ഒരു കാര്യം, ഇപ്പോൾ കേന്ദ്ര സിലബസ് ആണ് ഇങ്ങോട്ടേക്ക് എത്തുന്നതെങ്കിലും നമ്മുടെ അധ്യാപകരല്ലേ, നമ്മുടെ PTA അല്ലേ ഇടപെട്ടങ്ങ് ശരിയാക്കി കളയുമെന്നാണ്. എന്നോടാണോ? അല്ലല്ല, ഇതൊരു ഏകീകൃതമായ കേന്ദ്ര പദ്ധതിയാണ്. അതുകൊണ്ട് ഇതൊരു ഏകീകൃതമായ കേന്ദ്ര പദ്ധതിയാണ്. അതിൽ നമുക്കൊരു ഓട്ടോണമി ഇല്ല കരിക്കുലത്തിൻ്റെയും സിലബസിൻ്റെയും പരീക്ഷയുടെയും ഒക്കെ കാര്യത്തിൽ. വാസ്തവത്തിൽ ഒരു ഇന്നീക്വാളിറ്റി അല്ലേ. ഞാൻ ശ്രീ പത്മനാഭനോട് ഞങ്ങളുടെ സുഹൃത്താണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ രാജ്യത്തെ ആകെ സ്കൂളുകളുടെ 1% സ്കൂളുകളാണ് ഈ 14,000 സ്കൂളുകൾ എന്ന് പറയുന്നത് രാജ്യത്ത് ആകെ സെലക്ട് ചെയ്യപ്പെടുന്നത്. 1%. ബാക്കി 99% സ്കൂളുകൾക്കുള്ള ഫണ്ട് വെട്ടിക്കുറയ്ക്കുകയാണ്. ഇപ്പോൾ SSAയുടെ സമഗ്ര ശിക്ഷാ അഭിയാൻ്റെ ഒക്കെ ആ ഒരു കണക്ക് നോക്കിയാൽ 2009 തൊട്ട് ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്കിലി വന്നൊരു ആർട്ടിക്കിൾ 2009 2012 വരെ കുറച്ച് വർധനവുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഇൻഫ്ലേഷൻ വെച്ച് നോക്കുമ്പോൾ അതിൽ പോലും വർധനവില്ല. അപ്പോൾ സെൻട്രൽ ഫണ്ടിങ് എഡ്യൂക്കേഷനുള്ളത് കുറച്ചുകൊണ്ടിരിക്കുമ്പോൾ 1% സ്കൂളുകളെ മാത്രം സെലക്ട് ചെയ്ത് അവരെ വളർത്തുന്നത് ഇൻഇക്വാളിറ്റി അല്ലേ? അതിൻ്റെ ആവശ്യമുണ്ടോ? സെൻട്രൽ ഫണ്ടിങ് നമ്മുടെ കേരളത്തിലെ സ്കൂളുകൾക്കുണ്ടെങ്കിൽ അത് നിരുപാധികം കൊടുക്കുകയല്ലേ വേണ്ടത്? അത് സ്റ്റേറ്റല്ലേ തീരുമാനിക്കേണ്ടത്. അത് എല്ലാവർക്കും അതിൻ്റെ ബെനിഫിറ്റ് കിട്ടണ്ടേ? മാത്രമല്ല, ഡോക്ടർ ശിവദാസുമായിട്ട് എനിക്ക് ഒരു ഡിസ്കോഴ്സിൽ വരാനുള്ളത്, നമ്മൾ ഈ കൂടുതൽ സെൻട്രൽ സ്കീംസ് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് അടിച്ചേൽപ്പിക്കുന്ന വഴി നമ്മൾ കൂടുതൽ സ്റ്റേറ്റ് കടത്തിലോട്ട് പോവുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു എല്ലാം മേടിക്കണമെന്ന് പറഞ്ഞു. എങ്ങനെ മേടിക്കാനാണ്? കൂടുതൽ സെൻട്രൽ സ്കീം വരുന്നതോടുകൂടി അതിൻ്റെ ഷെയർ സ്റ്റേറ്റ് കൊടുക്കണം. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. നമുക്ക് ജൽജീവൻ 44,000 കോടി രൂപയാണ് വെച്ചിരിക്കുന്നത്. പകുതി സ്റ്റേറ്റ് കൊടുക്കണം, അതിൻ്റെ പകുതി പഞ്ചായത്ത് കൊടുക്കണം. കൊടുക്കാൻ പറ്റിയോ? നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത് എന്നാണെന്നറിയാമോ? നബാർഡിൽ നിന്ന് 8,000 കോടി രൂപ വായ്പ എടുക്കാൻ പോവുകയാണ്, ആ വായ്പ തിരിച്ചടയ്ക്കാൻ വേണ്ടി. അപ്പോൾ സെൻട്രൽ സ്കീം വഴി സംസ്ഥാനങ്ങളെ കൂടുതൽ കടക്കണിയിലാക്കുന്ന ഈ പ്രോജക്റ്റുകൾ നമുക്കിവിടെ വേണ്ടെന്ന് പറഞ്ഞേക്കണം. അല്ലാതെ കിട്ടാനുള്ളത് മുഴുവൻ കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ നിലപാടിൽ അയവ് വരുത്തുന്നു എന്ന് പറയുന്നത് ഒട്ടും ശരിയല്ല എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. അത് മാത്രമല്ല, PM ഉഷയുടെ കാര്യത്തിലാണല്ലോ പറഞ്ഞത്. ഈ ഹയർ എഡ്യൂക്കേഷനിൽ വന്നിട്ടുള്ള ഈ മാറ്റവും പ്രോബ്ലമാറ്റിക്കാണ്. അത് ഈ പറയുന്ന പോലെ അത്ര ഇന്നസെൻ്റ് അല്ല, നിഷ്പക്ഷമല്ല. അവിടെ ധാരാളം ഇഷ്യൂസ് ഉണ്ട്. 4 ഇയറിലേക്ക് ഗ്രാജുവേഷൻ മാറേണ്ടി വന്നു, ഉള്ളടക്കത്തിൽ ചില മാറ്റങ്ങൾ വന്നു, അതിൻ്റെ അതിൻ്റെ ഖനം നഷ്ടപ്പെട്ടു. കുറേ ഫ്ലെക്സിബിൾ ആണെന്നുള്ളത് സമ്മതിച്ചു. നേരത്തെ നമ്മുടെ ഒരു BA മാത്തമാറ്റിക്സ് അല്ലേ, BSc ഫിസിക്സ് പഠിക്കുന്ന ഒരു കുട്ടി ലോകത്ത് എവിടെ നിന്ന് പിടിച്ചു നിൽക്കായിരുന്നു. ഞങ്ങളോട് ഒരിക്കൽ പട്നഗർ അവാർഡ് കിട്ടിയ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ സെബാസ്റ്റ്യൻ സാറ് ബാംഗ്ലൂരിൽ ഞാൻ കാണാൻ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞാണ്, ലോകത്ത് എവിടെയും നമ്മൾ പിടിച്ചു നിൽക്കുമായിരുന്നു. ഇപ്പോൾ കോളേജിൽ പഠിപ്പിക്കുന്ന അധ്യാപകരോട് ചോദിച്ചാൽ മതി എന്താണ് അതിൽ വന്ന മാറ്റമെന്ന്. അപ്പോൾ അതും പ്രോബ്ലമാറ്റിക്കാണ്. അതുകൊണ്ട് ഒരു ഉപാധികളോടുകൂടി പണം തരുമ്പോൾ അത് വളരെ സൂക്ഷിച്ച് മാത്രമേ നമ്മളത് സ്വീകരിക്കാവൂ. ശരി, ശ്രീ ഷാഫി ചാലിയം, ഇതിപ്പോൾ LDF സർക്കാർ നടപ്പാക്കിയതിനെ കുറിച്ച് UDF പറയുമ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ കാര്യമാണ് തിരിച്ചുള്ള ചോദ്യമായി നിങ്ങൾക്ക് നേരെ വരുന്നത്. അല്ല, അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതൊക്കെ നേരത്തെയുള്ള ഗവൺമെൻറ്റുകളുടെ കാലത്ത് നടപ്പാക്കിയതാണ്. പിന്നെ ഈ രാജസ്ഥാനും അവിടെയൊക്കെ ഇതിന് മുമ്പ് തന്നെ അവിടുത്തെ ഈ ഇപ്പോൾ പറയുന്ന ഈ പുതിയ വിദ്യാഭ്യാസ നയമൊക്കെ അന്ന് സ്റ്റേറ്റ് വൈസിൽ BJP വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞതാണ്. അതൊക്കെ പോട്ടെ. നമ്മൾ ഒരൊറ്റ കാര്യം നോക്കുക, ഇവിടെ ഇപ്പോൾ UDF ഭരിക്കണേ. UDF പോയിട്ട് ഈ പദ്ധതി ഇവിടെ നടപ്പാക്കാൻ ഇങ്ങനെ ഒപ്പിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്താവും സ്ഥിതി? ഈ നാട് കത്തും. ഇവിടെ ബന്ധു ഹർത്താലും ചോരക്കളിയായിരിക്കും ഇവിടെ ഉണ്ടാകുക. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പം ഞാൻ ഒരു കാര്യത്തിൽ ബഹുമാനിക്കുന്നു, CPI അതേപോലെ ഡോക്ടർ വർഗീസ് ജോൺ ആർജവമുള്ള നിലപാടെടുത്തു ഇവിടെ. എന്നാൽ അതേ സമയത്ത് ഇനിയുണ്ടല്ലോ അതിൽ 11 കക്ഷികളിൽ ബാക്കി കുറേ എണ്ണം ഉണ്ടല്ലോ, കുറേ INL, 2 INL, EDP, ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ടല്ലോ. ഞങ്ങളൊന്നും അറിഞ്ഞില്ല. അറിയാം. അതെ,
അതായത് സംഘപരിവാറിനെ പ്രതിരോധിക്കാൻ ഈ CPM മതി എന്ന് പറഞ്ഞിട്ടാണല്ലോ ഈ നീർക്കോലികളായ ഈ ചെറിയ സാധനങ്ങളൊക്കെ അപ്പുറം പോയി കൂടിയത്. ഒന്നിനും മുണ്ടാട്ടില്ലല്ലോ. അണ്ണാക്കിൽ അമ്മിക്കുട്ടി കുടുങ്ങിയതുപോലെയല്ലേ ഇവിടെ ഒന്ന് ഈ സ്വർണ്ണപ്പാളി വിവാദത്തിൽ നിന്ന് കഴിച്ചിലാണ്. പിന്നെ മറ്റൊരു കാര്യം ഇതിലുണ്ട്. ഇതിൽ ഈ ശ്രീ പത്മനാഭനെ വല്ലാതെ ആഹ്ലാദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെന്തിനാ അറിയുങ്ങൾ? ഇവിടെ ഈ ഇവിടുത്തെ ഈ കേരളത്തിലെ ഈ തള്ളിപ്പൊളി BJP നേതാക്കളെക്കാൾ നല്ലത് മോഡിയുടെ നയം നടപ്പാക്കാൻ പിണറായിയാണെന്നുള്ള ഒരു സന്ദേശമാണ് കൊടുക്കുന്നത്. BJPക്ക് പോയ ഹിന്ദു വോട്ടിനെ CPM പാളയത്തിൽ എത്തിക്കലാണ് അവരുടെ ലക്ഷ്യം. കൃത്യമായ പൊളിറ്റിക്സ് അതിലുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ ഈ BJPക്കാരെ കൊണ്ട് ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല അറിയാം. അതുകൊണ്ടാണ് ഒരു MLA പോലും ഇല്ലാതെ ഈ കേരളം ആര് ഭരിക്കുന്നത്? നരേന്ദ്രമോദിയും അമിത്ഷയും ഭരിക്കുന്നത്. CPയുടെ ഭാഗത്ത് ഇത് മാത്രമല്ലോ. നേരത്തെ പന്ന്യൻ രവീന്ദ്രനാണല്ലോ പറഞ്ഞത് മുണ്ടൊടുത്ത മോദിയാണ് കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ എന്നുള്ളത്. അത് ഇപ്പോൾ അവിടെ നിലനിൽക്കില്ലേ? തിരുത്തിയിട്ടുണ്ടോ ആരെങ്കിലും? അതുപോലെ തന്നെ ആനി രാജല്ല പറഞ്ഞത് കേരളത്തിലെ പോലീസിനെ കൈകാര്യം ചെയ്യുന്നത് RSS ആണ്. സമീപകാലത്ത് RSSുമായുള്ള ഒരുപാട് ഡീലിങ് നമ്മൾ ചർച്ച ചെയ്തല്ലേ? അല്ല തീർന്നില്ല. ഒറ്റ കാര്യം കൂടി. ഇവിടെ ഇപ്പം മുസ്ലിം ലീഗിനെ കുറിച്ച് CPM പ്രതിനിധി പറഞ്ഞു. മുസ്ലിം ലീഗ് 28 കൊല്ലം വിദ്യാഭ്യാസം കേരളത്തിൽ കൈകാര്യം ചെയ്തിരുന്നു. കേരള പിറവിക്ക് ശേഷം ഇവിടെ വന്ന എല്ലാ യൂണിവേഴ്സിറ്റിയും മുസ്ലിം ലീഗിന്റെ വിദ്യാഭ്യാസ മന്ത്രിമാർക്കുണ്ടെന്നാണ്. ലീഗിന്റെ കാലത്ത് ഏത് വിദ്യാഭ്യാസ സ്ഥാപനം അടച്ചുപൂട്ടിയത്? വെറുതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് പോകല്ലേ. ഞങ്ങളെ കാലത്ത് എന്താ ഒരു പരാതിക്കട വരാറാണ് ഞങ്ങൾ ഈ ചെയ്തത്. നിങ്ങൾ ഇപ്പം തന്നെ കേരളത്തിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഈ ശ്രീ പത്മനാഭനെയൊക്കെ പറഞ്ഞ പോലെ സ്കൂളിലെ അവസ്ഥ, ഈ സ്കൂൾ അവസ്ഥ ഉത്തർപ്രദേശിലെ ഈ എരുമച്ചാണത്തിൻ്റെ ഉള്ളിൽ നിന്ന് പഠിക്കുന്ന കുട്ടികളുടെ അവസ്ഥ അല്ല കേരളത്തിൽ. 25 കൊല്ലം എയർ കണ്ടീഷൻ റൂമുകളാണ്. MLA ഫണ്ട്, MP ഫണ്ട്, ഇതൊക്കെ നമ്മൾ സ്കൂളിൽ ഉപയോഗപ്പെടുത്തുന്നത്. എന്താ നമ്മളെ സ്കൂളിലെ സ്ഥിതി? അവരും നമ്മളെ 50 കൊല്ലത്തിൻ്റെ വ്യത്യാസമുണ്ട്. അതാ നമ്മൾ മനസ്സിലാക്കണ്ടേ. പിന്നെ നമ്മൾ ചോദിച്ച ഒരു ചോദ്യത്തിനും ഇവരാരും മറുപടി പറഞ്ഞില്ലല്ലോ. ഇവർക്ക് പണം വാരിക്കോരി ചെലവ് നിലത്തിട്ട് ഒഴുക്കുകയാണ് ഇവര്. അതിനൊക്കെ പൈസ ഉണ്ട്. ഈ കുട്ടികളെ കാര്യത്തിൽ മാത്രം പൈസ ഇല്ല. ഈ പൈസ സ്മൃതി ഞാൻ ഇവിടെ പറയുന്നു 1501 കോടി കിട്ടുന്നില്ല പറഞ്ഞത്. എഴുതി വെച്ച സ്മൃതി നമുക്ക് ഇനിയും ചർച്ചയ്ക്ക് ഇരിക്കുക. ഇത് ഈ 1500 കോടി ആന്ധ്രയെ ചതിച്ചതുപോലെ വെറും 151 കോടിയിൽ ഒതുക്കി. അതേപോലെ ഇവിടെയും ചതിക്കും. അന്ന് നമുക്ക് ചതിയാണോ ഈ MOU? അല്ല, ഇതിപ്പോൾ എന്താ അറിയോ, ജനിക്കാത്ത കുട്ടീനെ ജാതകം എഴുതുകയാണ്. അതിപ്പോൾ ഇവരോട് തർക്കിച്ചിട്ട് കാര്യമല്ല. ഈ മോഡി ഫോബിയ എന്ന് പറയുന്ന രോഗത്തിന് അടിമകളാണ് ഇവർ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ ജനങ്ങൾ കാണുക, മനസ്സിലാക്കുക. ആ പദ്ധതി കേരളത്തിൽ അടുത്ത അധ്യയന വർഷം മുതൽ നടപ്പിലാവും. ആ സമയത്ത് ആ സ്കൂളുകളിൽ ഉണ്ടാവുന്ന മാറ്റം മനസ്സിലാക്കുക. എന്നിട്ട് ആ സ്കൂളുകളിൽ നല്ല മാറ്റമാണെങ്കിൽ നിങ്ങളെ കുട്ടികളെ അവിടെ കൊണ്ട് ചേർക്കുക. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, 5 വർഷം കഴിഞ്ഞാൽ ആ സ്കൂളുകളിൽ ചേരാൻ ഇവിടുത്തെ വലിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ നിന്ന് പേര് വെട്ടിയിട്ട് വലിയ സാമ്പത്തിക ശേഷിയുള്ള വീട്ടിലെ കുട്ടികൾ പോകും. എഴുതി വെച്ചോളൂ നിങ്ങൾ. ശരി, വളരെ നന്ദി ഡോക്ടർ വി ശിവദാസൻ, ഡോക്ടർ വർഗീസ് ജോർജ്, ശ്രീ ഷാഫി ചാലിയം, അഡ്വക്കേറ്റ് VP ശ്രീ പത്മനാഭൻ ചർച്ചയിൽ പങ്കെടുത്തതിന്. കാണാം മീറ്റ് എഡിറ്റേഴ്സ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.